ദൈവത്തിന്റെ അതിപരിശ്വാമം വാഴ്ത്തപ്പെടുന്നതാണ്. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ ദൈവം നമുക്കായി തന്ന ആ വലിയ ദൈവീയ കൃപയെ ഓർത്ത്, ആ സ്നേഹിച്ച് കരുതിയ ആ ദൈവത്തിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നമ്മൾ ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് പകൽ കർത്താവ് ഒരു ശക്തമേറിയ മറുപടി ഇന്ന് പകൽ ദൈവമക്കളിലേക്ക് പകരട്ടെ. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് പാപം ഏറ്റവും കൂടുതൽ പെരുകി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പാപം പെരുകി വരുന്ന കാലഘട്ടത്തിലാണ്. സ്തോത്രം. പാപം പെരുകുന്ന കാലത്ത് പെരുകുന്നതിന്റെ കാരണം ഒന്ന്, ദൈവത്തെ ഭയമില്ലാത്തത്. ദൈവത്തെ ഭയമുള്ളവൻ പാപം ചെയ്തു. ദൈവത്തെ ഭയമുള്ളവൻ എന്ത് ചെയ്യത്തില്ല, പാപം ചെയ്തു. ദൈവത്തെ ഭയമുള്ളവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തെ ഭയമുള്ളവരെ മാത്രമേ ദൈവമായി പറ്റിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ അനുസരിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ ഏറ്റെടുക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ ദൈവത്തെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായി എന്ത് ചെയ്യും, ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ പറ്റും. പാപത്തെ എന്ത് ചെയ്യാൻ പറ്റും, ജയിക്കുവാൻ കഴിയും. ജയിക്കുവാൻ പറ്റും. സ്തോത്രം. ഞാൻ ഒരു കാര്യം ശക്തമായിട്ട് പറയാം. സ്തോത്രം. ഒരു കുറഞ്ഞൊരു ആഴ്ച, വെള്ളിയാഴ്ച എങ്കിലും മുതലെങ്കിലും ഞായറാഴ്ചത്തെ ആരാധനയ്ക്കായി ഒരുങ്ങണം. ഞായറാഴ്ചത്തെ ആരാധനയ്ക്കായി ഒരുങ്ങണം. ഈ വെള്ളി ശനിയാഴ്ചയിലെ എന്ത് വിഷയം വന്നാലും മാക്സിമം ഞാൻ പുറത്തു പോകും. കാര്യം മാക്സിമം ഞാൻ ദിവസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എവിടെ വിളിച്ചാലും ആര് വിളിച്ചാലും ചിലപ്പോൾ ഒരു എമർജൻസി കേസായ പോലും മാക്സിമം ഒഴിവാകാൻ നോക്കും. പ്രത്യേകിച്ച് ശനിയാഴ്ച മൊത്തം ഒഴിവാകാൻ നോക്കും. കാര്യം ഒരിക്കൽ വായിക്കണം. എപ്പോഴത്തേക്കാ, ഞായറാഴ്ചത്തേക്ക്. കാര്യം കഴിഞ്ഞ 6 ദിവസം ദൈവം നമ്മളെ പരിപാലിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ഇടയ്ക്കിടയ്ക്ക് ചില രോഗം വരുന്നതിൽ നല്ലതാണ്. കാര്യം നമ്മൾ ഇത്രേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ ശരീരമല്ല ഇത്രേ ഉള്ളൂ, നമ്മുടെ മനസ്സ് ഇത്രേ ഉള്ളൂ. കാര്യം എന്തുവാ, രോഗം വീണാൽ നമ്മൾ എന്ത് ചെയ്യും, വീണു. ഒരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, വീണു പോകും. മാനസികമായിട്ടും ശാരീരികമായിട്ടെല്ലാം തകരും. അപ്പോൾ നമ്മൾ ഓർത്തു, ഇത്രയേ ഉള്ളൂ നമ്മൾ. പക്ഷേ ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസം ജീവിച്ചു പോകുന്നത്, ആരോഗ്യത്തോട് പോകുന്നത്. അപ്പോഴാ ആരോഗ്യത്തിന്റെ മഹത്വം അറിയുന്നത്. ദൈവം തരുന്ന ആരോഗ്യത്തിന്റെ മഹത്വം എപ്പോഴാണ് അറിയുന്നത്, രോഗം വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയൂ, നമുക്ക് നല്ലോണം കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലോണം കൈയും കാലും അനക്കുമ്പോൾ നല്ല ആരോഗ്യമുണ്ട്, എന്തിനും പോകാനുള്ള ആരോഗ്യമുണ്ട്, വരാനൊരു ആരോഗ്യമുണ്ട്, മുട്ടുവേദനയില്ല, ശരീരവേദനയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം വരുമ്പോഴേ നമുക്കറിയുന്നത് ഇതെല്ലാം സ്തോത്രം ഉണ്ടായ ഇതെല്ലാം നേരത്തെ തന്നതാരാണ്, ദൈവമാണ്. അത് അങ്ങനെ അറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്ന ദൈവമക്കളെ നിശ്ചയമായി ആരനുഗ്രഹിക്കും, കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കും. അപ്പോഴ് ചില പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്ത് വരുന്നത് നല്ലതാണ്. പ്രതിസന്ധിയെല്ലാം വരുന്ന ദൈവസഭയിൽ വരുന്നത് നല്ലതാണ്. അപ്പോഴ് ഒരു ശനിയാഴ്ച ദിവസം പൂർണ്ണമായ ദൈവസനെ ഏൽപ്പിച്ചങ്ങോട്ട് കൊടുക്കണം. ദൈവസനെ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇനി ഞായറാഴ്ച ദിവസമാണ്, എനിക്ക് ആരാധനയ്ക്ക് പോകാം. കാര്യം എന്തുവാ, ദൈവത്തിന് നന്ദി പറയേണ്ട സ്ഥലം. ആരാധനയ്ക്ക് പോകുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം എന്റെ ദൈവം എന്നെ പരിപാലിച്ചു, ആരോഗ്യം നൽകി. രോഗിയായാലും എന്നെ കിടത്തിയില്ല, രോഗിയായാലും എന്നെ കിടത്തിയില്ല, എന്നെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. എനിക്ക് ആരോഗ്യം തന്നു, എന്നെ ബലം നൽകി, എന്നെ ദൈവസ്ഥിതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്ദി പറയേണ്ട ദിവസമായി 7ാം ദിവസം. നന്ദി പറഞ്ഞോണം ദൈവമക്കളെ. ദൈവത്തിന്റെ സനി പൂർണ്ണ ഹൃദയത്തോട് നന്ദി പറഞ്ഞോണം. വന്നിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ കരുതലോടാണ് വന്നിരിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കേണ്ടത് ദൈവത്തിന് നന്ദി പറയേണ്ടതാണ്. 3 മണിക്കൂർ എന്റെ ദൈവത്തിന് നന്ദി പറയാനുള്ള, ദൈവത്തെ സ്തുതിക്കാനുള്ള, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള. സ്തോത്രം. അതുപോലെ സ്തോത്രം, ഈ ബർത്ത്ഡേ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിപ്പിക്കും. ചിലർ വിളിച്ചു പറയും, ചില സ്തോത്രം
ദൈവമക്കളുടെ വിശ്വാസം ഭയങ്കര അവരെ ആ ബർത്ത്ഡേ ദിവസം രാവിലെ വിളിച്ചിട്ട് പറയും സ്വന്തം പല നമ്മുടെ സഭയ്ക്കകത്ത് വരാത്ത ഒരുപാട് പേരുണ്ട്. ഈ ബർത്ത്ഡേ ദിവസത്തെ വിളിക്കും എന്നിട്ട് പറയും ഫാസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യം എന്തുവാ? ആ ഒരു വർഷം ദൈവം ചെയ്ത ഉപകാരത്തിന് നന്ദി പറയുന്നത്. സ്തോത്രം, നന്ദി പറയുന്നത്. ഇന്ന് മൊത്തം സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? ലവ് ചിഹ്നം കൊടുക്കുക, ആ ചിഹ്നം കൊടുക്കുക, കൈ കൊടുക്കുക, വെരി ഗുഡ് നല്ല പറഞ്ഞു കൊടുക്കുക. അതൊന്നും അല്ല ദൈവത്തിന് നന്ദി പറയുന്നത്. ഒരു വർഷകാലം കേക്ക് മുറിക്കുക, കേക്കിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുക, കേക്ക് അങ്ങനെ മുഖത്ത് തേച്ച് നിൽക്കുക. സ്തോത്രം, അലറിയ കേക്ക് എടുത്ത് ഇവിടെ തേച്ചു അവിടെ തേച്ചു, ഫേസിൽ ചെയ്യുന്ന തുല്യമാണ്. ഇതെല്ലാം ഇന്ന് കാണിക്കുന്നത്. ഇതൊന്നും അല്ല. ദൈവത്തിന് നന്ദി പറയും. കഴിഞ്ഞ ജനുവരി 14 തീയതി എന്റെ ബർത്ത്ഡേ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി. ഒരുപാട് ഞാൻ ദൈവത്തോട് കരഞ്ഞു, ഒരുപാട് ദൈവത്തോട് ചോദിച്ചു. സ്തോത്രം, അനേകം അമികാലി സ്തോത്രം അകത്തും പുറത്തുമുള്ള അനേകം പേര് എന്നെ വിളിച്ചു വിഷ് ചെയ്തു. ഗോഡ് ബ്ലസ് യു പറഞ്ഞു, പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അതിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചു. കാര്യം എന്തുവാ? ചിലരെ ഓർമ്മ വെച്ച് വിളിച്ചു, ഒരു പരിചയം ഓർമ്മ വെച്ച് അവർ വിളിച്ചു, അവർ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ചിലരെ അവരുടെ സ്റ്റാറ്റസിനകത്ത് കൊണ്ടിട്ടു. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാര്യം എന്തുവാ? എന്റെ ദൈവം എന്നെ മറന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങൾ എന്നെ ദൈവം പരിപാലിച്ച ദൈവത്തിന്റെ പരിപാലനം ഓരോ ദിവസവും ഞാൻ എണ്ണി ആരെ സ്തുതിച്ചു? ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. ഈ പുതുവർഷം വരെ ദൈവം കൊണ്ടുവന്നു, 2026 വരെ കൊണ്ടുവന്നു. എങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യണം? ചില ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. അഭിഷേക ദൈവമക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദിയോട് ദൈവം അവരെ ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ കാണിച്ച സ്നേഹത്തിനെല്ലാം ഇരട്ടി പ്രതിഫലം ദൈവം അവർക്ക് കൊടുക്കട്ടെ. സ്തോത്രം. ദൈവനാമത്തെ നന്ദി പറയുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രിയ ദൈവമക്കളെ, പ്രതികൂലം മാറിപ്പോവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ പ്രതികൂലം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രതികൂലം മാറിപ്പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാം. അതിന്റെ അർത്ഥം എന്തുവാ? പ്രതികൂലം വരും, പ്രതികൂലം വരും. ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദൈവമക്കൾക്കും പ്രതികൂലം വരും. പക്ഷെ ആ പ്രതികൂലത്തിൽ നിന്നെ തകർക്കുവാൻ ആരും വിട്ടുകൊടുക്കത്തില്ല, കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. കാര്യം പ്രതികൂലം വന്നില്ല എങ്കിൽ നീ ആരെ അറിയത്തില്ല? ദൈവത്തെ അറിയത്തില്ല. നമുക്ക് ദൈവത്തെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രതികൂലം എല്ലാം വരണം. അപ്പൊ പ്രതികൂലം വരാതിരിക്കത്തില്ല, പ്രതികൂലം വരും. പക്ഷെ പ്രതികൂലത്തിലേക്ക് അല്ലെങ്കിൽ പ്രതികൂലം ഒരിക്കലും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ആരും വിട്ടുകൊടുക്കത്തില്ല, കർത്താവ് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽ ഓർത്തോ, ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോകും, പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാൻ പോകും. സ്തോത്രം. ഇന്ന് ചില രോഗികൾ നമ്മെ ദൈവത്തിന്റെ കരത്തോട് വന്നിപ്പോ ആഗ്രഹിക്കുന്നു. എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കര ദൈവത്തോട്, ദൈവം കരത്തോട്. ദൈവത്തിന്റെ ശ്വാസകോശം തരുവാൻ അല്ലെങ്കിൽ സ്തോത്രം ചുരുങ്ങിയതിനെ മാറ്റുവാൻ എന്ന ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. മുട്ടുവേദന മാറ്റുവാൻ ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. കാലിന്റെ പെരുപ്പ് മാറ്റുവാൻ ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. ഡയബറ്റിക് മാറ്റുവാൻ ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. പാരമ്പര്യമായി പിടിച്ചിരിക്കുന്ന രോഗങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. അപ്പൊ പിതാവ് ശരീരത്തിന്റെ ഉച്ചമുള്ള ഉള്ളകാലുകളെ തൊടുവാൻ ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. അവൻ ഡോക്ടേഴ്സ് പലതും പറയുന്നു, അവൻ രോഗികളുടെ കയ്യിലുള്ളതെല്ലാം ചെലവിട്ടു. അപ്പൊ ആ കയ്യിലുള്ളതെല്ലാം ചെലവിട്ടു. ഡോക്ടേഴ്സ് പലതും പറഞ്ഞു, എഴുതിയ വിഷയം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുക, ഇന്ന് പകൽ ആ വിഷയത്തിനകത്തൊരു മറുപടി കർത്താവ് തരാൻ പോവുക. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശക്തി എന്ന് വ്യാപരിക്കാൻ പോവുക. നിന്റെ രോഗബന്ധനം ശരീരത്തിന് അഴിയാൻ പോവുക. ഇന്ന് രോഗത്തിന്റെ ജീവിതത്തിനകത്ത് വിടാൻ പോവുക. രോഗിയായി നിന്നെ ഇടുവാൻ കാത്തിരുന്ന സാധുവായ സാധിന്റെ കോട്ടെ ഇന്ന് പകൽ അടിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഏൽപ്പിച്ചു പ്രാർത്ഥിക്കോ, ഏൽപ്പിച്ചു പ്രാർത്ഥിക്കോ, ഏൽപ്പിച്ചു പ്രാർത്ഥിക്കോ. ആ ദൈവത്തിന്റെ ആരോഗ്യം കൊണ്ട് വെളിപ്പെടാതെ 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 അവിയാതെ ചിന്താമണിയായി ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, അവിയാതെ നിന്നെ അവ ഒരു കിടപ്പ് രോഗിയാക്കുവാൻ, നിന്റെ മാതാവിനെ ആക്കിയതുപോലെ നിന്നെ ഒരു പാരമ്പര്യമായി കിടപ്പ് രോഗിയാക്കുവാൻ പിശാച് വാദിച്ചിട്ട് ഇന്ന് നീ എഴുന്നേറ്റ് നടക്കുന്നെങ്കിൽ, എഴുന്നേറ്റ് ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതി നിന്നെക്കുറിച്ച് ഉണ്ടെന്ന് ദൈവത്തിന് ദൂത് വിളിച്ചു പറയുന്നു. ഇന്ന് നിന്റെ കുടുംബത്തിനകത്തുള്ള ചില ബാധ ഒഴിയട്ട്, ഇന്ന് ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന ചില ബാധ
സ്തോത്രം പിടിച്ചുകൊണ്ട് വന്നേക്കുള്ളൂ. ഇവിടുന്ന് ഞാൻ മടങ്ങി പോകുന്നത് യേശുവിന്റെ കരം പിടിച്ചോണ്ട. എന്റെ ബന്ധുക്കളെയോ എന്റെ മക്കളെയോ കൊച്ചുമക്കളെയോ അവൻ ഭർത്താവിന്റെ കരം പിടിച്ചോണ്ടല്ല, യേശുവിന്റെ നാമത്തിലാ പോകുന്നത്. എന്റെ യേശുവിനെ പിടിച്ചോണ്ട് ഒരിക്കലും കൈവിടാത്തൊരു യേശു, ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരു യേശു, അടിപ്പിടലായ യേശു എന്ന് ഭവനെ പിടിച്ചിരിക്കുക. എന്റെ രോഗത്തെ വ്യാധിയെ ഈ യേശുവിന്റെ നാമത്തിൽ അഴിക്കുക. ആത്മസാന്നിധ്യം കൊടുത്ത് നടക്കട്ടെ, ആത്മസാന്നിധ്യം കൊടുത്ത് നടക്കട്ടെ. പരിശുദ്ധ ആദിവകര മഹത്വം ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. കൃപയാ മറക്കണം, കൃപയാ മറക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുത വിടുതലായി സ്തോത്രം. ആ ശരീരത്തിന്റെ ഓരോ നാഡീ നരമ്പുകളെ സൗഖ്യമാക്കുന്നതായി സ്തോത്രം. അതിന് ശ്വാസകോശത്തെ ദൈവം സൗഖ്യമാക്കുന്നതായി സ്തോത്രം. അതിനെ ചുരുങ്ങിയ അവസ്ഥ ഡോക്ടേഴ്സ് പറയാം, ആ ചുരുങ്ങിയ അവസ്ഥ അപ്പാ പിതാവേ യേശു എനിക്ക് മാറ്റി, എന്റെ യേശു എനിക്ക് മാറ്റി, ആ രോഗം മാറ്റി. അടുത്ത ചെക്കപ്പിനകത്ത് പറയണം അതില്ല, ഇല്ല, അതില്ലായിരുന്നല്ലോ, ഇങ്ങനെ രോഗമില്ലായിരുന്നോ എന്ന് വിളിച്ചു പറയുന്നത് യേശുവിന്റെ ഹീലശരീരം. ആമേൻ. ദൈവത്തിന്റെ സൗഖ്യത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം, സ്തോത്രം. ഞാനൊരു കാര്യത്തോട് പറയട്ടെ മക്കളെ, ഇന്ന് ചില പ്രാർത്ഥന വിഷയങ്ങളിലേക്ക്, പ്രാർത്ഥന എന്തെന്നുള്ള വിഷയത്തിലേക്ക് നിന്ന് കയറുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ച ചില വിഷയങ്ങളുണ്ട്. വിധിപ്പാൻ ആമേൻ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ വിധിക്കരുത്. സ്തോത്രം. ഞാൻ 2026 കലണ്ടറെല്ലാം വീട്ടിലുണ്ടല്ലോ. അങ്ങോട്ട് കരം അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഇന്നും അങ്ങോട്ട് കരം പിടിച്ച് ആ കലണ്ടറിലോട്ട് അങ്ങോട്ട് തൊട്ടിട്ട് പറയണം, ഈ മാസങ്ങളൊന്നും എന്നെ രോഗിയാക്കത്തില്ല, എന്റെ ശരീരത്തെ രോഗിയാക്കത്തില്ല, എന്റെ ശരീരത്തിന് ബലഹീനം വിട്ടുകൊടുക്കത്തില്ല, എന്റെ ശരീരത്തിന് ശത്രുവിനെ വിട്ടുകൊടുക്കത്തില്ല. ഈ മാസങ്ങൾ എന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവുന്ന വർഷമാണ്. ഈ വർഷം എനിക്ക് വാഗ്ദത്തങ്ങൾ നിവർത്തിയാവുന്ന വർഷമാണ്. ഈ 12 മാസം എനിക്ക് വാഗ്ദത്തങ്ങൾ നിവർത്തിയാവുന്ന ദിവസമാണ്. ആ 365 ദിവസം എന്റെ മേലുള്ള ദൂത് നിവർത്തിയാവുന്ന ദിവസങ്ങളാണ്. എന്റെ തലമുറയുടെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ്. അങ്ങോട്ട് ഏൽപ്പിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കണം. പൊട്ടനെ പോലെ അങ്ങോട്ട് നിന്ന് പ്രാർത്ഥിക്കണം. നീ എന്തുകൊണ്ടാണ് കലണ്ടറിൽ നോക്കി പ്രാർത്ഥിക്കുന്നത്? എന്റെ യേശുവിനെ ബലപ്പെടുത്താൻ പോവാ. അങ്ങോട്ട് ഏൽപ്പിക്കണം. അങ്ങോട്ട് ഇടത്തെ കൈ അങ്ങോട്ട് ഏൽപ്പിച്ചാട്ട് വലത്തെ കൈ അങ്ങോട്ട് ഉയർത്തി യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. എന്നെ രോഗിയാക്കത്തില്ല, എന്നെ കിടപ്പ രോഗിയാക്കത്തില്ല, ഞാൻ കിടക്കത്തില്ല. ആരോഗ്യത്തോടെ രോഗസൗഖ്യത്തോടെ ഞാൻ പുറത്തു വരും. എന്റെ രോഗബന്ധനങ്ങൾ യേശു അഴിച്ചിരിക്കുന്നു. ഇടത്തെ കൈ അങ്ങോട്ട് കലണ്ടറിൽ വെക്കണം. അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഈ ആഴ്ചകൾ, ഈ ദിവസങ്ങൾ, ഈ മാസങ്ങൾ ഞാൻ രോഗിയായിട്ട് കിടക്കത്തില്ല. ആരോഗ്യത്തോടെ എന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. എന്നെ സൗഖ്യമാക്കുന്ന കർത്താവുണ്ട്. എനിക്ക് എന്റെ ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. അങ്ങോട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. അങ്ങോട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇതിനെല്ലാം അങ്ങോട്ട് ശബ്ദം ഉയർത്തേണ്ടത്, ശക്തം അങ്ങോട്ട് ഉയർത്തേണ്ടത്, അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ 2026 എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് അങ്ങോട്ട് തട്ടാൻ തുടങ്ങും, പ്രയോജനപ്പെടാൻ തുടങ്ങും. അങ്ങോട്ട് അടുത്തങ്ങോട്ട് പിടിച്ചു പറയണം, എന്റെ തലമുറയുടെ ദൂത് അങ്ങോട്ട് നിവർത്തിയാവട്ടെ, എന്റെ തലമുറയുടെ ഭാവികളൊക്കെ അങ്ങോട്ട് നിവർത്തിയാവട്ടെ, എന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ തുകകൾ ഉടനെ മാറട്ടെ. എനിക്കെതിരെ ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. കാര്യം യേശുവിന്റെ ഭവനമാ. ഞാനും എന്റെ കുടുംബം യേശുവിന്റെ ഭവനമാ. ദൈവത്തിന്റെ ആലയവനങ്ങൾ. ഈ എന്റെ കുടുംബത്തെയോ എന്റെ തലമുറമേലോ എന്റെ അനുഗ്രഹത്തിനകത്തോ ഒരു ശത്രുവിന്റെ ദൃഷ്ടി വെക്കുവാൻ കഴിയത്തില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാമോട്ട് ഏറ്റെടുത്തോട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയണോ, 2026 നിന്റെ അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. 2026 നിന്റെ തലമുറയുടെ അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. 2026 ദേശത്ത് നീ നിന്റെ കുടുംബം അനുഗ്രഹപ്പെടുന്ന വർഷമായിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥന ജൽപ്പന ചെയ്യുന്നതല്ല പ്രാർത്ഥന. നാട്ടുകാരെ കാണിക്കുന്നതല്ല പ്രാർത്ഥന. അയൽവാസികളെ കേൾപ്പിക്കുന്നതല്ല പ്രാർത്ഥന. സ്തോത്രം. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മൗനമായിട്ടല്ല ഇരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ ചിലപ്പോൾ ശബ്ദമല്ല പുറത്തു.
ചിലപ്പോൾ ശബ്ദവും വരുത്തില്ല, ചിലപ്പോൾ ശബ്ദം പുറപ്പെടും, ചിലപ്പോൾ ശബ്ദം പുറപ്പെടുത്തില്ല. പക്ഷേ ആ പ്രാർത്ഥന കഴിയുമ്പോഴും ബലമാണ്. ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. എന്തുവാ പ്രാർത്ഥന? ഇന്നത്തെ പ്രാർത്ഥന അയൽവാസി ഒന്ന് കേൾക്കണം. നാളെ നമ്മളെ നോക്കിയിട്ട് പറയണത് നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണെന്ന് പറയാം. അതിലൊന്ന് പൊങ്ങണം. അത് എവിടെ പോക്കില്ല. ദൈവത്തിന് വേണം. ആ പ്രാർത്ഥനയൊന്നും ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. കർത്താവിന് നിന്റെ പ്രാർത്ഥന വേണമെങ്കിൽ ഒന്ന് നീ വിശ്വസിക്കണം. ഇന്ന് പലരും വിശ്വാസം പറയുന്നേ ഉള്ളൂ, പ്രസംഗിക്കുന്നേ ഉള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം പറയുക മറുപടി. കർത്താവ് എങ്ങനെയുള്ള വിശ്വാസത്തിന് മറുപടി തരുമെന്ന് ദൈവത്തിനെ പഠിപ്പിച്ചത്. കർത്താവ് വിശ്വാസത്തെ കുറിച്ചൊരു ചെറിയ കാര്യം ശിശുമാർക്ക് പഠിപ്പിച്ചുള്ളൂ. കടുമണി പോലെ വിശ്വാസം. എന്തുപോലെ കടുമണിയുടെ രൂപം എത്രയുണ്ട്? ഏറ്റവും ചെറുത്. ആ കടുമണി പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് കയറി കടലിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഓർക്കുക, അപ്പൊ അത്രയും വിശ്വാസമൊന്നും ആർക്കില്ല. പ്രസംഗിക്കുന്നതും വായിക്കുന്നതും ഗ്രഹിക്കുന്നതും നമുക്കെല്ലാം ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ വിഷയം എന്നേ മറുപടി കിട്ടിയത് ഇല്ലേ? നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പറയും. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, ഞാൻ പ്രസംഗിച്ചു കഴിയുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിനകത്തും എതിരെയുള്ള കാര്യമാണ് എനിക്കത് കഴിയുമ്പോൾ വരുന്നത്. ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം അതാ. പക്ഷെ അവിടെ ഞാൻ എന്റെ വിശ്വാസം ചോർത്തിക്കളഞ്ഞാൽ അടുത്ത ആഴ്ച എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പറ്റൂ? എനിക്ക് ആ ദൈവത്തിന്റെ നന്മ പ്രാപിക്കാൻ പറ്റത്തില്ല. പറ്റൂ? പക്ഷെ ചോർത്തിക്കളയുന്ന രീതിയിൽ ആര് കൊണ്ടുവരുന്നേ? ശത്രു കൊണ്ടുവരുന്നത്. അവിടെ ഞാൻ ചോർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യത്തില്ല? വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല, അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല. ചോർത്തി കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല, വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഈ പ്രതികൂലം കൊണ്ടുവരുന്ന എന്തുകൊണ്ടാണ്? നേരത്തെ ഒരു വചനം എടുത്തു. എടുത്തേ? പ്രതികൂലം വരും. നിനക്ക് വിശ്വസിച്ച് നീ ഇറങ്ങി കഴിയുമ്പോൾ നിനക്ക് പ്രതികൂലം വരും. പക്ഷെ അവിടെ പതറാതെ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ച്, ആ വാക്കിൽ തന്നെ ഉറച്ച്, എന്റെ ദൈവം എന്നെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്റെ ബുദ്ധികൾക്കോ എന്റെ ചിന്തകൾക്കോ എന്റെ കൂട്ടുകാർക്കോ എന്റെ ബന്ധുക്കൾക്കോ എല്ലാം അസാധ്യമെന്ന് അവർ പറയുന്നു. അവരുടെ നാവ് കൊണ്ട് പറയുന്നു. പക്ഷെ ഞാൻ കേട്ട ദൈവത്തിന്റെ ദൂത്, ഞാൻ കേട്ട ദൈവത്തിന്റെ പ്രവചനം, ഞാൻ കേട്ട ദൈവത്തിന്റെ വചനം പറയുന്നു അസാധ്യമായി ഒന്നുമില്ല. മനുഷ്യന് സകലതും അസാധ്യമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സകലതും സാധ്യമാണ് എന്ന് നീ വിശ്വസിച്ച് ഉറപ്പോടെ ആ പ്രതികൂലത്തിന്റെ മധ്യേ നിനക്ക് പ്രതിസന്ധി വരുമ്പോഴും നീ ഈ ദൂതനെ മുറുകി പിടിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. നെഗറ്റീവ് പറയുന്നവനെ ദൈവത്തിന് വേണ്ട. നെഗറ്റീവ് പറയുന്നവനെ ദൈവത്തിന് വേണ്ട. പോസിറ്റീവ് എനർജി നിൽക്കുന്നവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ട. നെഗറ്റീവ് അടിക്കുന്നവനെ ആർക്ക് വേണ്ട? പോസിറ്റീവ് എനർജി. ഞാൻ എന്റെ കുടുംബത്തിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് ചിലതെല്ലാം പറയും. കാര്യം ഇതൊക്കെ പോസിറ്റീവ് ഉണ്ടോന്ന് എനിക്ക് അറിയണ്ടേ. ഇവരോടൊന്നും പറയാം ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ, പോസിറ്റീവ് പറ. നിങ്ങൾ പ്രസംഗിക്കുന്ന ആളാ, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന, ഇത് അറിയാൻ വേണ്ടി ഞാൻ നെഗറ്റീവ് ഇട്ട് കൊടുക്കും. നെഗറ്റീവ് ഇട്ട് കൊടുക്കും. ചിലപ്പോൾ അവർക്ക് നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ്. ഇന്നത്തെ വിശ്വാസം അങ്ങനെ, നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല. ഏതെങ്കിലും ഒന്നി വിശ്വസിക്കും. കർത്താവ് പറയാ, ഒന്നി മാമോനെ സേവിക്കും, അല്ല ദൈവത്തെ സേവിക്കും. സ്തോത്രം. എന്റെ മരുന്ന് മൊത്തം ഇതാ. ദൈവവചനമായിട്ട് നിൽക്കുമ്പോൾ, സുശേഷമായിട്ട് നിൽക്കുമ്പോൾ എന്റെ വചനം, എന്റെ മരുന്ന് മൊത്തം, എന്റെ ഏത് രോഗത്തിനും എന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം. ഇവിടെ ഞാൻ ഒന്നും ചിന്തിക്കാറില്ല, ഒന്നും ആലോചിക്കാറേ ഇല്ല. ഇവിടെ എനിക്ക് ദൈവം എന്ത് തരുന്നു അത് മാത്രമേ ചെയ്യത്തുള്ളൂ. സ്തോത്രം. അത് മാത്രമേ പറയത്തുള്ളൂ, അതിന് മാത്രമേ നിൽക്കൂ. നെഗറ്റീവ് അടിക്കല്ല ദൈവമൊക്കെ, നെഗറ്റീവ് തരുന്നതല്ല ദൈവം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ ഓർക്കുക, നമ്മൾ പറയുന്ന ഒരു ചെറിയ കാര്യം പോലെ ഒരു വിഷയം, ചെറിയ കാര്യം. അബ്രഹാം പിതാവ് യാഗം അർപ്പിക്കാൻ വെച്ചു. അബ്രഹാം പിതാവ് എല്ലാം അമികാലിൽ പക്ഷികളെ അല്ലെങ്കിൽ എല്ലാം മൃഗത്തെ എല്ലാം പിളർത്തി വെച്ചു. ചെറിയ പ്ലാവ്, ചെറിയ അതിനെ പിളർത്തി വെച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത്രയും ആത്മീയ പുരുഷനായിട്ട് വിശ്വാസ പുരുഷൻ അറിയപ്പെടുന്ന നമ്മുടെ പിതാവായ അബ്രഹാം പിതാവ് ഒരു പ്രാവിനെ പിളർത്താത്തോണ്ട് തലമുറ 400 വർഷം അടിമയായി തീർന്നു. 4 തലമുറ പോയി എവിടെ എന്ത് ചെയ്തു? അടിമയായി തീർന്നു. സ്തോത്രം. അപ്പൊ ചില ചെറിയ തെറ്റുകളുണ്ട്.
സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം അമിതയോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, സ്തോത്രം, മോൾ എഴുതിയ ഒരു എക്സാം പാസ്സായി, അടുത്ത എക്സാം അമിതയുടെ എക്സാം എല്ലാം ഭയങ്കര കട്ടിയുള്ള എക്സാമാണ്. സ്തോത്രം. അത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുന്നവർ ചോദിച്ചറിയാം, അത് കുഞ്ഞുങ്ങളിക്കുള്ള എക്സാം അല്ല, എല്ലാം കട്ടിയുള്ള എക്സാം. രണ്ടാം ആ എക്സാം എഴുതി, നേരത്തെ സാക്ഷ്യം പറഞ്ഞു, സ്തോത്രം, ഞാൻ ഓർത്തതോ പഠിച്ചതോ ഒന്നും അല്ല വന്നത്, ദൈവം അവിടെ വലിയൊരു വിജയം. പിറ്റേന്നൊരു എക്സാം എഴുതാൻ പോയി. സ്തോത്രം. ആ എക്സാം എഴുതാൻ പോയപ്പോൾ ഉള്ള പരീക്ഷകളാണ് അതിന്റെ സെറ്റപ്പ് എല്ലാം ആളും ചെയ്തു മേടിച്ചു. ഭയങ്കര എക്സ്പീരിയൻസ്. 10,000-20,000 രൂപ മുടക്കിയിട്ടാ പോകും. സ്തോത്രം. ആ എക്സാം എഴുതിയിട്ട് തിരിച്ചു വന്നപ്പം അമിത പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തുവാ? സ്തോത്രം. അത് എനിക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് തന്നെ അതല്ല അവിടെ ഉപയോഗിക്കുന്നത്, ആ ഒരു വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്. എന്താ പറയുന്നത്? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പേടിയുണ്ട്, പക്ഷെ എന്റെ ദൈവം എനിക്ക് തരും. ഇത്രയും കാലം ഞാൻ എഴുതിയതെല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും വർഷം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തും എനിക്കൊരു റിസൾട്ട് ദൈവം തരും. ഒറ്റ പോയിന്റ് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പോയി. ഒറ്റ പോയിന്റ് പറഞ്ഞു. എന്തുവാ? എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പോയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ആ വിഷയത്തിനകത്ത് 3 മാർക്കിനാണ് പോയി. അത് കണക്കൂട്ടിക്കണം, വെറും 3 മാർക്ക്. അത്രയും മാർക്ക് എഴുതാൻ പാടാം, വെറും 3 മാർക്കിനാണ് പോയി. സ്തോത്രം. ഞാൻ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതി. കാര്യം എന്തുവാ? അടുത്ത എക്സാം ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറത്തെ ലെവലിലേക്ക്. കാര്യം തലേന്റെ ഒരു എക്സാമിന്റെ റിസൾട്ട് പോയെന്ന് ചിന്തിച്ച് എക്സാമിന്റെ റിസൾട്ട് സന്തോഷത്തോട് കേട്ടിട്ട് പിറ്റേന്നാണ് ഈ പ്രയാസം കൊണ്ട്. കാര്യം ഇതിനകത്ത് പോയിട്ട് വന്നിട്ട് എന്ത് പറഞ്ഞു? ഒറ്റ വാക്കാ പറഞ്ഞു. എന്താ പറഞ്ഞു? എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടി, പോയാലും കുഴപ്പമില്ല. പോക്കാനല്ല ദൈവമക്കളെ, നെഗറ്റീവ് പറയുന്നവനെ അല്ല ദൈവത്തിന് വേണ്ട, പോസിറ്റീവ് പറയുന്നവനെ ദൈവത്തിന് വേണ്ട. നെഗറ്റീവായി കിട്ടത്തില്ലെങ്കിൽ പോലും സ്തോത്രം, പരീക്ഷ എഴുതും, ജയിക്കും, തോക്കുമല്ലാതെ സ്തോത്രം ജീവിതത്തിനകത്തുള്ളതാണ്. ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കും, ദൈവം തരേണ്ടതാണ് തരും. സ്തോത്രം. അതിന് റിസൾട്ട് ഇല്ലാതാണ് ഇപ്പൊ ജോലിക്ക് ഇരിക്കുന്നത്, ഇല്ലയോ? അപ്പൊ ഇതെല്ലാം തരാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അതെല്ലാം കള. നെഗറ്റീവ് ചിന്ത ഒരിക്കലും ആരെടുത്ത് പറയല്ലേ, ദൈവസേന പറയല്ലേ. സ്തോത്രം. ഇത് അങ്ങനെ പറഞ്ഞോ ഒന്നുമല്ല, ഞാനിത് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. നെഗറ്റീവ് എന്തെയല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ട് ഒരു വിടുതലും ഇല്ല. നെഗറ്റീവ് ചിന്തിക്കല്ലേ. ഹോസ്പിറ്റലിൽ പോയോ പോവാത്തതയോ അല്ല വിഷയം, ചെക്കപ്പ് ചെയ്തോ ചെയ്യാത്തതല്ല വിഷയം. രോഗം എന്തുവെന്ന് അറിഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു, രോഗം പറഞ്ഞു, പക്ഷെ ആ രോഗത്തിനകത്ത് വിടുതൽ തരേണ്ടതാരാ? കർത്താവ്. നമ്മളെന്ത് പറയുന്നത്? വൈദ്യശാസ്ത്രം രോഗം അറിഞ്ഞ് മരുന്നെല്ലാം കൊടുത്ത് വിടുതലൊന്നുമില്ല. ഇതെനിക്ക് നമ്മൾ പറയുന്നത് അല്ല. രോഗം അറിയണം, രോഗം അറിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞില്ലേ, ഏത് രോഗബന്ധനത്തെയും എന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കാര്യം താമി ഉച്ച മുതൽ ഉള്ളങ്കാരി വരെയുള്ള നാഡീ നരമ്പുകളെ സൗഖ്യമാക്കുവാനും ആ നാഡീ നരമ്പ് ഉണ്ടാക്കിയ ദൈവത്തിന് മാത്രമേ അതിനെ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ. എങ്കിൽ ഈ വൈദ്യശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന രോഗം ഇന്ന് എന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. ദൈവത്തിന്റെ പദ്ധതിയൊന്ന് വെളിപ്പെടണേ അപ്പാ, ആ ദൈവത്തിന്റെ പ്ലാനിലൊന്ന് വെളിപ്പെടണേ അപ്പാ. ഞാൻ അതിൽ വിശ്വസിക്കുന്നപ്പോ എനിക്ക് ആരോഗ്യം ബലം ആയുസ്സുകൊണ്ട്. കാര്യം എനിക്ക് മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അവരുടെ മക്കളെ കാണാനുള്ള ആരോഗ്യം ബലവും ആയുസ്സും എന്റെ ദൈവം എനിക്ക് മെച്ചപ്പെട്ട്, ആ നന്മ എന്റെ ദൈവം എനിക്ക് മെച്ചപ്പെട്ട് എന്റെ മക്കളുടെ നന്മക്കകത്ത് ഞാൻ വരും. എനിക്ക് എന്റെ മക്കളോടൊപ്പം നന്മ അനുഭവിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുവിന്റെ മുഖം ഉടഞ്ഞു മാറട്ടെ എന്ന് പറഞ്ഞത് ഈ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കർത്താവിന്റെ ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി ആ രോഗത്തിന് ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഏത് വിഷയത്തിനും പരിഹാരം ആരൊരുക്കും? ദൈവമൊരുക്കും. ദൈവമൊരുക്കും. ഏത് വിഷയത്തിനും പരിഹാരം ആരൊരുക്കും? ദൈവമൊരുക്കും. സ്തോത്രം. ദൈവമൊരുക്കും. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഞാൻ ഒരു ജസ്റ്റ് സാമ്പിൾ പറയാം. കഴിഞ്ഞ സ്തോത്രമാറ്റിൽ 2-3 ദിവസത്തിന് മുമ്പേ ഞാൻ സുരേന്ദ്രൻ പറഞ്ഞു, വീടിനൊന്ന് പെയിന്റ് അടിച്ചായിരുന്നു. പെയിന്റ് അടിച്ചാൽ ഇഷ്ടം വൃത്തിയാവും. പെയിന്റ് അടിച്ചാൽ വൃത്തിയാവും. ഈ ഓണർ ഒന്ന് ദൂരെയാണ്.
പുള്ളി ഇനി എന്നായിരിക്കും വരും, പുള്ളിക്ക് ഇതിന്റെ അത് ആവശ്യമില്ല. ഈ പോണവർ വരുന്നവരെല്ലാം നോക്കുമ്പോൾ പെയിന്റ് ഇല്ല, ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്കൊരു വിഷമം. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പുള്ളി പെയിന്റ് അടിക്കാതെ കൂടെ ഒന്ന് പെയിന്റ് അടിക്കുള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് നമ്മളെ വീടിന്റെ അകത്ത് പെയിന്റ് ഉണ്ട്, പുറത്തേ ഉള്ളൂ പെയിന്റ് ഇല്ലാതെ. പുള്ളി എന്നെ അടുത്ത് വിളിച്ചുകൊണ്ട് എവിടെല്ലാം ഉണ്ട് അവിടെ എല്ലാം പറഞ്ഞു കൊടുത്താൽ ഞാൻ പ്രശ്നം എല്ലായിടത്തും അടിച്ചേക്കും, ഞാൻ എല്ലാം ഏർപ്പെടുത്തിയിട്ട് പോവാന്ന് പരിപാടി തുടങ്ങും. അപ്പൊ ഞാൻ അവരുടെ ചെറിയൊരു ആഗ്രഹം പോകും. ആഗ്രഹിക്കും നനയ്ക്കുന്ന മുമ്പേ, ചിന്തിക്കുന്ന മുമ്പേ അറിയുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. മൈനസ് ആയിട്ടുള്ളതിനെ നെഗറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവ് ആക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഓർത്തോ, ഏത് വിഷയമാവട്ടെ, നിന്റെ ഏത് വിഷയം, നിന്റെ കുഞ്ഞിന്റെ ഭാവിയാവട്ടെ, നിന്റെ കുടുംബത്തിന്റെ ഭാവിയാവട്ടെ, നിന്റെ വസ്ത്രത്തിനാവട്ടെ, നിനക്ക് എന്തു വേണം ചിന്തിക്കുന്ന മുമ്പേ തരുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. കാര്യം നീ വിശ്വസിക്കണം, ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. എന്റെ ആഗ്രഹം നിനക്ക് സാധിച്ചു തന്നില്ലയോ? സ്വതന്ത്രം പെയിന്റ് അടിച്ച് ഇപ്പൊ 2-3 ആഴ്ച പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ദൈവത്തിന് നന്ദി പറയും. പിന്നെ ഈ പരിപാടി കളഞ്ഞു. അടുത്ത വിഷയത്തിലേക്ക് സ്തോത്രം. നമ്മൾ അങ്ങനത്തുള്ളത് എഴുതി ദൈവം ചെയ്തതെല്ലാം മറന്നു, പലതെല്ലാം മറന്നു, പിന്നെ പുതിയ കാര്യങ്ങളിലേക്ക്. ഓക്കെ, എന്നിട്ട് പോലും ആരും സ്നേഹിക്കുക. നമ്മളെ അപ്പനോ അമ്മയോ പഴയത് ചെയ്ത മുതൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലയോ? ഏതെങ്കിലും ഒരു കാര്യം വിടുന്നുണ്ടോ? നമ്മളടുത്ത് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയും, അന്ന് ഞാൻ ചെയ്തില്ലയോ? ഉടനെ സ്തോത്രമാരില്ല, തിരിച്ച് മറുപടിയില്ല. ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ മറുപടി ഞാൻ നിർത്തും. കാര്യം എന്തുവാ? പക്ഷെ ഞാൻ അപ്പൊ യേശുവിനെ ഇതേപോലെ ചോദിച്ചാൽ നമ്മൾ മറന്നുപോയി. പക്ഷെ നമ്മൾ മറക്കും മുമ്പേ ആര് മറന്നുപോയി? യേശുവിനും മറന്നു. യേശുവിനും പുതുത് തരുവാനാണ് ആഗ്രഹിക്കുന്നത്. പുതുത് തരണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ കടുമണി പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ആര് തരും? ദൈവം തരും. എനിക്ക് ചില വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ ഇത്രയും മണിക്കൂർ പ്രാർത്ഥിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്ന വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല? വിളിച്ചു പറയുന്നത്. ഇത്രയും മണിക്കൂർ ഞാൻ ദൈവസന്നിധി ചെലവഴിച്ചെന്ന് വിളിച്ചു പറയുന്നു. ഞാൻ ദൈവത്തിന്റെ വചനം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള ഒരു വ്യക്തിയുണ്ട്. ആരാ? ദാനിയേൽ. 3 വട്ടം പ്രാർത്ഥിക്കും. അവനെ പ്രാർത്ഥനയെ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നിലും അവനെ പിടിക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ ഓർത്തോ, നമ്മുടെ പ്രാർത്ഥനയെ തകർത്ത് കളയാൻ ആര് നോക്കുന്നത്? പിശാച് നോക്കുന്നത്. കാരണം വേറെ ഒന്നിലും നിന്നെ തൊടാൻ പറ്റുന്നില്ല, നിന്റെ അടുത്തോട്ട് വരാൻ പറ്റുന്നില്ല. അവൻ നോക്കുന്നത് എന്തുവാ? ഈ പ്രാർത്ഥന എങ്ങനെ മുടക്കാൻ പറ്റും? ഈ പ്രാർത്ഥന മുടക്കി കഴിഞ്ഞാൽ നിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈസിയായിട്ട് ആർക്ക് തൊടാൻ പറ്റും? പിശാചിനെ തൊടാൻ പറ്റും. നീ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ബലം, നീ ഉറച്ചു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ബലം, പല പ്രശ്നങ്ങളും വന്നിട്ട് നീ ആടി ഒലഞ്ഞിട്ട് പോലും വീട് പോകേണ്ട കാര്യം ഈ പ്രാർത്ഥന. നീ അല്പനേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥന ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നു. അപ്പോഴ് നിന്റെ പ്രാർത്ഥന എങ്ങനെ ബ്ലോക്ക് ചെയ്യാനാ ആര് നോക്കുന്നത്? പിശാച് നോക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആയി പോകുന്നത് എവിടെ? പ്രാർത്ഥനയാണ്. ക്ഷണിച്ചു പോകുന്നതും പ്രാർത്ഥന, ക്ഷണിച്ചു പോകുന്ന പ്രാർത്ഥന, ഉറുകുറക്കുന്നതും പ്രാർത്ഥന, കംപ്ലൈന്റ് പറയുന്നതും പ്രാർത്ഥനയാണ്. ദൈവം തന്നെല്ലാം മറന്നു, പിന്നെ അങ്ങോട്ട് കുറുകുറുക്കും. കണക്ക് പറയുന്നതിനെ ദൈവത്തിന് വേണം. മുമ്പേ ഞാൻ പറയല്ലോ, പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. അതുപോലെ നാട്ടുകാര് മൊത്തം എന്നെ അറിയണം, ഞാൻ പ്രാർത്ഥനക്കാരനാണെന്ന് അറിയണം. അവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണം. ദൈവത്തിന് വേണം. സ്തോത്രം. ഞാൻ സ്തോത്രം എൻ്റെ ഭവനത്തിൽ താമസിച്ച സ്തോത്രം ആ ഓണർ വന്നപ്പോൾ ആ പയ്യനെ കൊണ്ട് സ്തോത്രം ആ വീടിന്റെ ഓണറോട് സംസാരിച്ചപ്പോഴും സ്തോത്രം ഒരുപാട് പുസ്തകങ്ങൾ അവിടെ പപ്പ സ്തോത്രം സ്റ്റേറ്റ് ബാങ്കിന്റെ മാനേജരായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ തന്നെ എനിക്ക് കൊണ്ടുവന്നു. വീടിനെ മാറ്റാൻ നേരം പറഞ്ഞ് പപ്പ വായിച്ച പുസ്തകങ്ങളാണ്. ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയ പുസ്തകങ്ങളുണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ. ബൈബിൾ പ്രസംഗിക്കുന്ന ആളും സ്തോത്രം. അപ്പോഴേ എന്നോട് പറയാ, പപ്പ മരിച്ചപ്പോഴാ സ്തോത്രം ഞാൻ അറിഞ്ഞത്, ഇവിടെ പലരും വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എൻ്റെ പപ്പ ഭയങ്കര പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അവർ പപ്പ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഈ മോന് ആ ക്വാളിറ്റി എല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ക്വാളിറ്റി എല്ലാം കിട്ടിയിട്ടുണ്ട്. എവിടുന്നാ കിട്ടിയത്? പപ്പ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ നമ്മളെ ക്വാളിറ്റി ആർക്ക് വരും? അനുഗ്രഹം ആർക്ക് വരും?
മക്കൾക്ക് വരും. മക്കൾക്ക് വരും. സ്തോത്രം. നമ്മളെ ക്വാളിറ്റി അല്ലാതെ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അയ്യോ ഇന്ന സമയത്ത് ഭയങ്കര പ്രാർത്ഥന, അയ്യോ ഞാൻ കേട്ടു രാത്രിയിലെ പ്രാർത്ഥന, അത് കേൾക്കുമ്പോഴേ ഒരടി അങ്ങ് പോകും. ഞാൻ ഏതാണ്ട് ആകുന്നുള്ളൂ ഒന്നുമല്ല, അത് കേൾക്കുമ്പോഴേ അങ്ങ് ഉടയനാ വേണ്ടത്. കർത്താവേ, എനിക്ക് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, ആറ് സർട്ടിഫിക്കറ്റ് മതി, എന്റെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് മതി, എന്റെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് മതി. സ്തോത്രം. ഒരാൾ ബൈബിൾ എടുത്തോണ്ട് പോകുന്നു, ഇപ്പൊ എന്നോട് വിളിച്ചു പറയുക, എന്നെ ചൊറിയിക്കുക. സ്തോത്രം. അല്ലെങ്കിൽ നീ ബൈബിൾ എടുത്ത് നീ വലിയ പ്രസംഗിച്ചിട്ടൊന്നും നിനക്ക് ഇന്നതില്ലല്ലോ, ഇന്ന ഭാരങ്ങളിലും തെറ്റുണ്ടല്ലോ. നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല എനിക്ക് വേണ്ടേ, ആറ് സർട്ടിഫിക്കറ്റാണ് വേണ്ടേ, എന്റെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ്. കാര്യം എന്തുവാ? എന്നെ നീതിമാനാക്കിയത് ആരാ? നമ്മളെ ബന്ധുക്കളോ സ്വന്തക്കാരോ നാട്ടുകാരോ ആണ് നീതിമാനാക്കിയത്. ആരാക്കിയത്? ദൈവമാ. അപ്പൊ ഞാനും ദൈവമായിട്ടാ കരാർ ഉറപ്പിക്കുന്നത്. എന്നെ കുറിച്ച് ആരാ പറയേണ്ടത്? എന്റെ ദൈവമാ പറയേണ്ടത്. ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ മൗനമായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചില സമയത്ത് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കും, ചില സമയത്ത് ശബ്ദം പുറപ്പെടുവിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം. ഈ പ്രാർത്ഥനയെല്ലാം അപ്പോഴും ദൈവം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാർത്ഥമായ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന അമികാലം പുറത്ത് കേൾക്കുന്നോ കേൾക്കാതിരിക്കുന്നോ നമ്മളെ വിഷയമല്ല. നമ്മളെ വിഷയം ആരാ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന്. അല്ലാതെ പ്രാർത്ഥനയൊന്നും ദൈവത്തിന് വേണ്ട. ചിലർ ഭയങ്കര വിശ്വാസം പറയും, പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് എന്തില്ല, ഇല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് മുട്ടുവിൻ എന്ന തുടക്കം. മുട്ടുവിൻ എന്ന തുടക്കം. നമ്മൾ പറയും, ദൈവമേ ഞാൻ കുറെ നാളെ കൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കുക, തുറക്കുന്നില്ല. ആ മുട്ടേണ്ട രീതിയിൽ മുട്ടിയാൽ ആര് തുറക്കും? ദൈവം തുറക്കും. ദൈവം പറയുക, കടുവുമണി പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ അമ്മ കാട്ടത്തിയോട് പറയുക, ഈ മലയോട് പറയുക, കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വിശ്വാസം. വിശ്വാസം ഒരു വിഷയം തന്നെ. അമേശ്വര 10 വാക്യം പറയുന്നതല്ല വിശ്വാസം. കുറെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതല്ല വിശ്വാസം. സ്തോത്രം. സ്തോത്രം. അതുപോലെ നമ്മൾ സഭയ്ക്കകത്ത് വന്നു അല്ലെങ്കിൽ അല്ലാത്തടത്ത് പോയി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴേ ഈ പ്രാർത്ഥിക്കാൻ ആദ്യം പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാം. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം? ഈ നിൽക്കുന്നവരെല്ലാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. അവരുടെ മനസ്സും അവരുടെ ശരീരവും എല്ലാം എന്ത് ചെയ്യണം? ഞാൻ ഇനി നിൽക്കുന്നത് എന്ത് ചെയ്യാൻ പോവാ? പ്രാർത്ഥിക്കാൻ പോവാം. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ഇത് പ്രാർത്ഥിക്കാൻ നോക്കിയ പാസ്റ്റനെ നോക്കി കണ്ണു പിടിച്ചു. പാസ്റ്റന് എന്തുവാ ചെയ്യാൻ പോകുന്നത്? എനിക്ക് സത്യം പറയാൻ അങ്ങനത്തുള്ളവരെ എനിക്ക് ഭയങ്കര കരിയാണ്. അങ്ങനത്തുള്ളവരെ എനിക്ക് കാര്യം എന്തുവാ? ഈ പ്രാർത്ഥിക്കാനായിരിക്കാൻ പോകുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോഴേ എന്ത് ചെയ്യണം? ക്രമീകരിച്ചോ. ഞാൻ എന്റെ കുടുംബത്തോട് പറയും, ഒരു ക്രമീകരണത്തിന് വേണ്ടി ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ചിലപ്പോൾ 3-4 സെക്കൻഡ് തരത്തുള്ളൂ. ആ സെക്കൻഡ് കൊണ്ട് നീ ക്രമീകരിച്ചോ, നീ ഓക്കെ ആയിട്ട് തലേ തുണിയിടേണ്ട തലേ കണ്ടുപിടിച്ചോണം, അമികാല നീ ചെയ്യുന്ന പണികളെല്ലാം കൊണ്ട് മാറ്റി വെച്ചോണം, നേരെ വന്നിരിക്കണം. അല്ല ഞാൻ എന്റെ കുടുംബത്തിനകത്ത് ഇന്ന മണിക്കൂറാ പ്രാർത്ഥിക്കുന്നതൊന്നും പറയത്തില്ല. ഞാൻ റെഡിയായിട്ട് വന്നിരിക്കും, ഒറ്റ പ്രാർത്ഥന അപ്പോഴേ വന്നിരുന്നോ. ക്രമീകരിച്ചോ. എന്റെ റൂട്ടതാ, ക്രമീകരിച്ചോ, പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ആർക്ക് വേണ്ടത്? കണ്ണടക്കാൻ പറഞ്ഞല്ല. എന്തിനു വേണ്ടിയാ? നമ്മൾ പുറമേയുള്ളതൊന്നും കാണാതെ അകമയുള്ള കണ്ട് പ്രാർത്ഥനയെ പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ കുഞ്ഞുങ്ങളും മെസ്സേജ് പറയും. സ്തോത്രം. കെൽവിനെ നിയമിക്കാനും കുടയും. കെൽവിനെ മാത്രമേ കുടയെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. പഠിച്ചു വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല എനിക്കറിയാം. ഇത് പഠിച്ചു വെച്ച് അമികാല സ്തോത്രം പഠിച്ചു വെച്ച് കൊണ്ടുവന്ന പ്രസംഗമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആത്മാവിൽ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുമ്പോൾ എനിക്കറിയാം. പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന പ്രസംഗം കേൾക്കുമ്പോൾ എനിക്കറിയാം. സ്തോത്രം. കാര്യം എന്തുവാ? ഇവരെ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടതാ മെസ്സേജ്. എനിക്ക് വേണമെങ്കിൽ ക്രിസ്റ്റിക്ക് വരുമ്പോൾ ഒരു നല്ലൊരു നോട്ട് വേണം കൊടുക്കാം. നോട്ട് കൊടുത്തവനെ വേണമെങ്കിൽ പ്രസംഗിക്കാൻ കയറ്റിയിട്ട് 2-3 വർഷമാകുമ്പോഴേ അവൻ തെളിഞ്ഞു നിന്ന് പ്രസംഗിക്കും. പക്ഷെ ആ പ്രസംഗം അല്ല വേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആത്മാവിലുള്ള മെസ്സേജാണ് വേണ്ടത്. ആ മെസ്സേജിനാണ് പ്രയോജനം ചെയ്യുന്നു. സ്തോത്രം. സ്തോത്രം. ചിലരുണ്ട് വാക്യം വന്നിട്ട് സഭയിൽ വന്നിട്ട് കാണാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. സാക്ഷ്യം വന്നുകൊണ്ടിരിക്കും. ആദ്യമെല്ലാം നല്ലതാണ്. ആദ്യമൊന്നും ഞാൻ ഒന്നും കിട്ടത്തില്ല. ട്രയലെടുപ്പെല്ലാം നല്ലത്. പക്ഷെ ഇതൊന്നും സഭയ്ക്കകത്ത് വന്നല്ല വേണ്ടത്. ഇതെല്ലാം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച് വരണം. അതേപോലെ തന്നെ പാട്ട് പാടുമ്പോൾ ലളിതഗാനം പാടാനൊന്നും നിൽക്കുമല്ല. നമ്മൾ ദൈവസന്നിധി നിൽക്കുക. ഒരു വാക്കുകളെല്ലാം തെറ്റിക്കുന്നത് സൂക്ഷിച്ചോണം.
ചില വാക്കെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് നെഞ്ചത്ത് കത്തിയിട്ടുണ്ട്. ചില പാട്ടിന്റെ വാക്കെല്ലാം കേൾക്കുമ്പോൾ തോന്നുന്ന രീതിയിലെല്ലാം അവരങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് പാടുക ഓരോ പോയിന്റ് പാട്ട്. ഈ പാട്ടെന്നെല്ലാം പറഞ്ഞാൽ എന്തുവാ? ഭക്തൻ എഴുതിയ പാട്ടാ, പരിശുദ്ധാത്മാവിലെ പുതിയ പാട്ടൊക്കെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യേ. പക്ഷെ പഴയ പാട്ടെല്ലാം എന്ന് പറയുന്നത് ആത്മാവിൽ ആരാധിക്കുന്ന പാട്ടാണ്, ആത്മാവിന്റെ പാട്ടാണ്. ആദ്യമെല്ലാം നമുക്ക് ചില കൺഫ്യൂഷൻ എല്ലാം ഉണ്ടാവും. പക്ഷെ പാടാൻ തരുന്നൊരു കൃപാവരം ആര് തരുന്നതാണ്? ദൈവം തരുന്നതാണ്. ഒറ്റ പാട്ടിന്റെ വരി മതി നമ്മളെ ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ. ഒരു പാട്ടിന്റെ ഒരു വരി കേട്ടാൽ മതി, ചിലപ്പോൾ നമ്മുടെ വലിയൊരു വേദന ഒറ്റ നിമിഷം കൊണ്ട് മാറും. സ്തോത്രം. മാളാമണി ഞാൻ പറഞ്ഞു, ഒറ്റ വരി സ്തോത്രം പാടാൻ അറിയത്തില്ലെങ്കിൽ, അതിന്റെ ട്യൂൺ അറിയത്തില്ലെങ്കിൽ പറഞ്ഞാലും മതി, അതിനും ഒരു മഹത്വം. അല്ലാതെ വരി തെറ്റിക്കുമ്പോഴാണ് പ്രശ്നം വരും, ഇല്ലയോ? സ്തോത്രം. അതേപോലെ തന്നെ പാടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവം തന്ന കൃപയാണ്. ഞാൻ അതുകൊണ്ട് സ്തോത്രം 15 പാടി വരാൻ പറയുന്നത് കാര്യം എന്തുവാ? ആദ്യം ചില ബുദ്ധിമുട്ട് കാണാം, കുറച്ച് കഴിയുമ്പോഴെന്ത് ചെയ്യും? പ്രാർത്ഥിച്ചത് പ്രാപിക്കുമ്പോഴും ഈ ട്യൂണും കാര്യങ്ങളും എല്ലാം ദൈവം ഒരുക്കും എന്ത് ചെയ്യും? ആ പാട്ട് ഞാൻ പാടാൻ കയറുമ്പോൾ 2 വരി എനിക്ക് പാടാൻ ദൈവം തരുന്നെങ്കിൽ ആ 2 വരി കേൾക്കുന്നവർക്കും സഭയ്ക്കകത്തൊരു ഇമ്പമായി തീരാം, അനുഗ്രഹമായി തീരാം. അതുകൊണ്ട് ആദ്യം ഒരാൾ വരത്തില്ല, 2-3 വട്ടം എല്ലാം കഴിയുമ്പോഴേക്കും മാറും. സ്തോത്രം. പേടി കൊണ്ടാണ് ട്രയൽ എടുക്കുന്നത് ചിലർ ജീവിതത്തിൽ മൊത്തം ട്രയൽ എടുപ്പായി. ആ ട്രയൽ എടുപ്പ് ഒരിക്കലും പറ്റത്തില്ല. ആദ്യത്തെ 2-3 വട്ടം എല്ലാം ട്രയലിനെല്ലാം വരുമ്പോൾ നമുക്ക് പേടിയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പാടാൻ ഈസിയായിട്ട് ദൈവം കൃപ തരും. ഇതെല്ലാം ദൈവം തരുന്ന കൃപയാണ്. ഇതൊന്നും പഠിച്ചുകൊണ്ട് വരുന്നതൊന്നുമല്ല, ജനിച്ചപ്പോഴേ പഠിച്ചുകൊണ്ട് വരുന്ന സാധനമൊന്നുമല്ല. സ്തോത്രം. അതുപോലെ തന്നെ വരിയുടെ ഓരോ വാക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വരി പറയാം. സ്തോത്രം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാനിപ്പോ ഓർക്ക ഇനി ഈ ഭക്തൻ എഴുതിയ പാട്ട് എങ്ങനെയാണ്? ഞാൻ കേട്ട കുഴപ്പമായിരുന്നു. സ്തോത്രമേ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പുസ്തകം ഒന്നുകൂടെ തിരിഞ്ഞു നോക്കും, ഇത് ഇങ്ങനെ അല്ലായിരുന്നു പാട്ട്. സ്തോത്രം. ഒരു വരി മാറിയാൽ മതി, അർത്ഥം വേറെ രീതിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കും ഇത് എന്തിനാ പാടുന്നത്. പാടാൻ പറയാം, ഉണ്ടായിരിക്കുക. സ്തോത്രം. എനിക്ക് പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവം കൃപ തരുമ്പോഴേ പാടാൻ പറ്റും. ഭക്തന്മാരെല്ലാം വേദനയിൽ എഴുതിപ്പെട്ടതാ. അവരുടെ സങ്കടങ്ങളും അവരുടെ കഷ്ടങ്ങളും മരണത്തിന്റെ പെണ്ണിലും മരണം മുഖാമുഖം കണ്ടുമെല്ലാം എഴുതിയ പാട്ടുകളാണ്. സ്തോത്രം. ഇന്ന് ചിന്താമണിയാനെ കുറിച്ച് ദൈവത്തിന്റെ ദൂത് പറഞ്ഞു, അമ്മയെ കിടത്തിയതുപോലെ നിന്നെ കിടത്താൻ നോക്കുക, പക്ഷെ അവിടുന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നത്. എത്ര വട്ടം പിശാച് വാദിച്ച് നിന്നെ കിടത്തുമെന്ന്, കിടപ്പ് രോഗിയാക്കുമെന്ന്, നീ കിടപ്പിനകത്തുനിന്ന് എല്ലാ കാര്യവും ചെയ്യുന്ന അവസ്ഥയെ കിടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് എല്ലാം ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. കഴിയുമോ? ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. അർച്ചോണം. എന്റെ തലമുറയുടെ ദൂത് എനിക്ക് കാണാറുണ്ട്, അനുഭവിക്കാറുണ്ട്. എനിക്ക് ആരോഗ്യം ബലത്തോട് കിട്ടണം, അല്ല എനിക്ക് രോഗിയായിട്ട് ഇരിക്കാനല്ല. ആരോഗ്യം ബലത്തോടും എനിക്കത് അനുഭവിക്കാൻ പറ്റണം, അതോട് പ്രാർത്ഥിക്കണം. അപ്പൊ ആര് ദൈവം കൃപ തരും? ദൈവത്തിന്. സ്തോത്രം. ഇതെല്ലാം പറയുന്നതിന്റെ കാര്യം, നമ്മൾ പാട്ട് പാടുന്നത് സാക്ഷ്യം പറയുമ്പോൾ, അതേപോലെ ഞാൻ ഒരു കാര്യം പറയാം, ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ബാക്കിയുള്ളവരത് ഗ്രഹിച്ചിരുന്നോണം. നമുക്കുള്ള എന്തെങ്കിലും അതിനകത്ത് കാണും. ആ സാക്ഷ്യത്തിനകത്ത് നമുക്കുള്ളത് കാണും. അപ്പൊ സാക്ഷ്യം പറയുന്നവരും ആ കാഴ്ചപ്പാടോട് നിന്നായിരിക്കണം സാക്ഷ്യം പറയേണ്ടത്. ഞാൻ ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ ചിലവരെ ബലപ്പെടുത്തും, ചിലവരെ അനുഗ്രഹിക്കും. ഈ സാക്ഷ്യം ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമാവും. സ്തോത്രം. അതുപോലെ ഞാൻ പാടുമ്പോൾ സഭയ്ക്കകത്തിരിക്കുന്ന ചിലവരെ ബലപ്പെടുത്തും. ചില വരികൾ, ചില ദുഃഖങ്ങൾ മാറ്റും. എന്നൊരു പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട് പ്രാർത്ഥിച്ച് പ്രാപിച്ചതാ ആ വരിക. ഇന്നത്തെ പുതിയ പാട്ട് പോലല്ല, പഴയ പാട്ട്. ഒരുപാട് പ്രാർത്ഥിച്ച് എഴുതിയ ഭക്തന്മാരുടെ പാട്ടുകളാണ്. സ്തോത്രം. ഭക്തന്മാർ എഴുതിയ പാട്ടാണ്. അപ്പൊ അത് എഴുതിയപ്പോ എന്ത് ചെയ്യണം? സ്തോത്രം. ഞാനിവിടെ ചിലപ്പോ പാടാറുണ്ട്. ഞാൻ ഒരു ദിവസം ഇവിടെ പാടിയതാ. സ്തോത്രം. വേറൊരു സിസ്റ്റർ എഴുതിയ പാട്ടാ. പക്ഷെ ആ എഴുതിയ പാട്ട് ആ സിസ്റ്റർ പാടുന്നതിന്റെ കാട്ടി ആ പാട്ട് പാടി ഫേമസ് ആക്കിയത് ആശാരൂഷി എന്ന് പറഞ്ഞൊരു ജീവദാസനാണ് പാടി പാട്ട. കാര്യം അദ്ദേഹത്തിന് മാത്രമേ അത് പാടാനുള്ള യോഗ്യതയുള്ളൂ. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അദ്ദേഹത്തിന് ആ വരികൾ ഉപയോഗിക്കാനുള്ള യോഗ്യതയുണ്ട്. കാര്യം എന്തുവാ? പുള്ളി ആ രീതിയിലാണ് ആർക്ക് വേണ്ടി നിൽക്കുന്നത്? ദൈവത്തിന് വേണ്ടി. ഇന്ന് പ്രിയ ദൈവങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പുറമേ കാണിക്കുന്ന ആരാധന, പുറമേ കാണിക്കുന്ന പ്രാർത്ഥനയാണ്. ഉള്ളിൽ നിന്ന് വെളിപ്പെടുന്നതാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഇന്ന് പകരം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ പലപ്പോഴും ദൈവമക്കളായി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നാട്ടുകാർ കാണുമോ? നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ വന്നത്.
നാട്ടുകാരല്ല നമ്മളെ വിളിച്ച് വേർതിരിച്ചത്, നാട്ടുകാരല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മളെ തെരഞ്ഞെടുത്ത ആരാ? നസറേയനായ യേശുവാ. നാട്ടുകാർക്ക് എന്തോ തോന്നിക്കോട്ടെ, എന്റെ വീട്ടുകാർക്ക് എന്തോ തോന്നിക്കോട്ടെ, എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ ബന്ധുക്കൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ മക്കൾക്ക്, മരുമക്കൾക്ക് എന്തോ തോന്നട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ നിലനിൽക്കുന്നത്, ഞാൻ ഉറച്ചു പോകുന്നത്, ഓരോ ദിവസവും പോകുന്നത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ സന്തോഷിപ്പിക്കേണ്ട ആരെയാ? ദൈവത്തെയാണ്. ആ പൂർണ്ണ ബോധ്യത്തോടായിരിക്കണം നമ്മൾ ദിവസം ഇരിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴെന്ത് മറ്റൊന്നും നമ്മൾ വൈകിയത്. സ്തോത്രം. പൊക്കി പറയുമ്പോഴേ പൊങ്ങി വീടല്ലേ, പൊക്കാൻ ഏറ്റവും മിടുക്കൻ ആരാ? പിശാച്. നീ പ്രാർത്ഥന വീരനാന്നല്ല പറയുമ്പോഴേ നീ പൊങ്ങുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? നിന്റെ പ്രാർത്ഥന അതുപോലെ പോവാന്ന് പറയും. കാര്യം അതിനകത്ത് നീ വീണ് പോകല്ലേ. ആരുടെ പ്ലാനാ അത്? പിശാചിന്റെ പ്ലാനാണ്. സ്തോത്രം. ഒരു വാക്യം ഒന്ന് എടുക്കാം, പെട്ടെന്ന് എടുക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് 5-ാം വാക്യം മുതൽ ഒരാൾക്കൊന്ന് വായിക്കാം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അടുത്തത് സ്തോത്രം. കണ്ടോ? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ അമികാലരെ ആര് കാണാൻ വേണ്ടിയാ? മനുഷ്യൻ കാണാൻ വേണ്ടി. അവരെവിടെ പെടുക? തെരുവുകളിലും പള്ളികളിലും എല്ലാം ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര കാഴ്ചയാണ്. അവരുടെ ചിന്ത എന്തുവാ? ഇതാര് കണ്ടാൽ മതി? അവർക്ക് മറ്റുള്ളവർ പറയുന്നത് ഞാൻ പ്രാർത്ഥനക്കാരനാണ് അറിയാം, പ്രാർത്ഥനക്കാരി എന്നറിയാം. സ്തോത്രം. അത് മതി അവർക്ക്, അത് മതി അവർക്ക്. അവർക്ക് ആ പ്രശംസയ്ക്ക് വേണ്ടിയാണ് അവരിറങ്ങുന്നത്. ചില ശുശ്രൂഷന്മാർ ശുശ്രൂഷിച്ചിട്ട് പുറത്തിറങ്ങുന്നത് ഇന്നത്തെ മീറ്റിംഗ് നല്ലതെന്ന് പറയണം. ഞാൻ എന്ന ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്നെ ഏൽപ്പിച്ച 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എനിക്ക് തന്ന മെസ്സേജ് ദൈവ ഹിതപ്രകാരമാണോ പ്രസംഗിച്ചത്, അല്ലാതെ മാനുഷിക ഹിതപ്രകാരമാണോ പ്രസംഗിച്ചതെന്നല്ല നോക്കുന്നത്. ആർക്ക് ഇഷ്ടപ്പെട്ടോന്നാ? മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടോ? എപ്പോഴും ഓർക്കേണ്ട ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ശുശ്രൂഷ തീരുന്നത് വരെ ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ ഞാൻ പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്റെ മാനുഷിക ബുദ്ധി എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം എന്നോട് ക്ഷമിക്കണം. മാനുഷിക ബുദ്ധിയല്ല വേണ്ടത്, ദൈവം പറയുന്നതാ വേണ്ടത്. കാര്യം ദൈവം പറയുന്നതിന് വേണ്ടി ആരെ വിളിച്ചത്? എന്നെ വിളിച്ചത്. ഓരോ സുവിശേഷ വേലക്കാരും ഓർക്കണം, ദൈവത്തിന്റെ ബലിയാണ് ഞാൻ. ദൈവത്തിന്റെ അറക്കപ്പെടേണ്ട സ്തോത്രം അലറിയ അറക്കപ്പെടേണ്ട ബലിയാണ് ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടിയാ? എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടിയല്ല, എനിക്ക് എന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എത്രയോ പേരുണ്ടായിരുന്നു എന്റെ കുടുംബത്തിനകത്ത്, എന്റെ കൂട്ടുകാരിൽ, എന്റെ ബന്ധുക്കളിൽ, ചർച്ചക്കാരിൽ അനേകം കഴിവുള്ളവരുണ്ടായിരുന്നു. ആ കഴിവുള്ളവരെ എല്ലാം മാറ്റി നിർത്തി കർത്താവിനെ എന്റെ കുടുംബത്തെ വിളിച്ച് എന്തിനു വേണ്ടിയാ? എന്റെ ദൈവത്തിന് വേണ്ടി ബലിയാടുക. ഈ കാഴ്ചപ്പാടുള്ള ദൈവമക്കള്, ഈ കാഴ്ചപ്പാടുള്ള കർത്താവിന്റെ ദാസന്മാര്, ഈ കാഴ്ചപ്പാടുള്ള സഭയൊന്നും എന്ത് ചെയ്യുന്നില്ല, തകർന്നു പോകത്തില്ല. ഈ സഭയും ഈ കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാരും അവരുടെ തലമുറയെ അനുഗ്രഹപ്പെടും. കാര്യമില്ല, അവരെ തലമുറയെ ആർക്ക് കൊടുക്കത്തുള്ളൂ? കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തുള്ളൂ. ആമേൻ. നമ്മള് കർത്താവിന്റെ പേരേക്ക് വന്നു, 3 മക്കൾ, അത് പൊട്ടനായാലും നല്ലതായാലും എല്ലാം ആർക്ക് വേണ്ടിയുള്ളതാ? ദൈവത്തിന് വേണ്ടിയുള്ളത്. കാര്യമില്ല, ദൈവം തന്നതാ. ദൈവം തന്നത്. കാര്യം ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോഴേ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ലോക ബന്ധുക്കളോ സ്വന്തക്കാരോ ജീവിക്കുന്ന പോലുള്ള ജീവിതമല്ല ഞാൻ ദൈവവുമായിട്ട് കരാറല്ല വന്നേക്കുന്ന. കാര്യം എന്നെ വിളിച്ച ആരാ? എന്റെ കർത്താവ്. ഓരോ ദൈവമക്കൾക്കും ആ കാഴ്ചപ്പാടുണ്ടാവണം. നമ്മളെ ദൈവം വിളിച്ചു, നമ്മളെ ബന്ധുക്കളും സ്വന്തക്കാരും അനേക കഴിവുള്ളവരുണ്ടായിട്ട് അവരെ ഒന്നും വിളിക്കാതെ എന്നെ ഒരു ദൈവത്തിന്റെ വിശുദ്ധ വചനമായി അല്ലെങ്കിൽ വിശ്വാസിയായി എനിക്ക് അനുഗ്രഹപ്പെട്ടവനായി ദൈവം വിളിച്ചതിന് വേണ്ടിയാ സാക്ഷ്യത്തോടെ ജീവിക്കാൻ. സാക്ഷ്യത. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ചിലതിനോട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവത്തില്ല. കാര്യം നമ്മൾ മേൽ കിടക്കുന്നത് എന്തുവാ? അശുദ്ധിയെ മാറ്റി വിശുദ്ധിയാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ മേൽ കിടക്കുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉള്ള കാലത്തോളം നമ്മളെ ഒരു ലോകപരമായുള്ള കാര്യത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല, നമ്മൾ ചേരത്തില്ല. ആദ്യമല്ല മിണ്ടാതിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. കാര്യം നമ്മുടെ മേൽ വസിക്കുന്ന എന്തുവാ? ദൈവത്തിന്റെ ആത്മാവ്. നേരത്തെ ഞാൻ ജനിച്ചു വന്നപ്പോഴുള്ള പാരമ്പര്യമായുള്ള സ്വഭാവമാണെങ്കിൽ ഇതിനോടല്ല ഞാൻ ചെയ്യും. പക്ഷേ പാരമ്പര്യം മാറി. ആര് മാറ്റി? എന്റെ ദൈവം എന്നെ മാറ്റി, എന്നെ കഴുകി. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, കർത്താവ് യേശുവിനെ പറയുക, ഈ മന്ദിരം പൊളിപ്പി, 3 ദിവസം ഞാൻ അതിനെ പണിയാം. സ്വന്തം അവരെപ്പോഴും ഓർത്ത ദേവാലയം വസ്ത്രങ്ങൾ കൊണ്ട് പണിഞ്ഞ ദേവാലയമാണ്.
കർത്താവ് അതല്ല പറഞ്ഞേ, മർമ്മമാ കർത്താവ് പറഞ്ഞേ. എന്തുവാ? ഈ മന്ദിരം, ശരീരം എന്ന് പറയുന്ന മന്ദിരത്തെ പൊളിക്ക്, നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന പാരമ്പര്യങ്ങളെ പൊളിക്ക്. എന്നിട്ട് നീ ദൈവസന്നിധിയെ ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവ് യേശു ഒരുവനേ ഉള്ളൂ, ഒരു രക്ഷിതാവേ ഉള്ളൂ, മറ്റാരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മീതെയും ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് നസറേയനായ യേശു മാത്രമേ ഉള്ളൂ. ഇന്ന് മുതൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. എന്റെ പിതാവ്, എന്റെ രക്ഷകൻ, എന്റെ നായകൻ, എന്റെ ഗുരു എല്ലാം എന്റെ യേശുവാ. ലോകത്തിലുള്ളതൊന്നുമല്ല. എന്നെ വിളിച്ചു വേർതിരിച്ചില്ല, പാപം കഴിവിക്കാതെ യേശുവാ എന്ന് നീ തീരുമാനമെടുക്ക്. ആ തീരുമാനത്തിനകത്ത് ദൈവം പറയോ, 3 ദിവസത്തിനകം ഞാൻ അതിനെ പണിയാം. പണിയാമെന്ന് പറഞ്ഞിട്ട് പോലും ചിലതെന്ത് ചെയ്തില്ല, പണിയപ്പെട്ടിട്ടില്ല. കർത്താവ് പറയാം, അതൊന്ന് പൊളിക്ക്, ഞാൻ 3 ദിവസം കൊണ്ട് ചെയ്യാൻ പോവാ, അതിനെ പണിയാം. സ്തോത്രം. നീ നിന്റെ ഹൃദയത്തെ ഒന്ന് ഉടയ്ക്ക്, നിന്റെ ചിന്തകളെല്ലാം ഒന്ന് ഉടയ്ക്ക്. ഇന്ന് മാനുഷികമായ ചിന്തക്കകത്തെല്ലാം അസാധ്യമാണ്, എല്ലാം അസാധ്യമാണ്. പക്ഷെ ദൈവിക ചിന്തക്കകത്തെല്ലാം സാധ്യമാണ്. ഇന്ന് പകല് എനിക്ക് വിടുതൽ നൽകും, ഇന്ന് പകൽ എനിക്ക് സൗഖ്യം നൽകും, ഇന്ന് എന്റെ കുടുംബത്തിനകത്ത് ഒരു ഉയർച്ച ഉണ്ടാവും. എന്റെ നന്മയെ ആർക്കും കെട്ടുവാൻ കഴിയത്തില്ല. എനിക്ക് കിട്ടേണ്ട നന്മ എന്റെ കരങ്ങളിൽ വരും, എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം എന്റെ കുടുംബത്തിനകത്ത് വരും. അമ്മ ആരൊക്കെ അതിനെ തടഞ്ഞു വെച്ചാലും, അപ്പാ പിതാവേ, എന്റെ ദൈവം എനിക്കൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായ അനുഗ്രഹം എനിക്കും എന്റെ കുടുംബത്തിന് പ്രാപിക്കുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്ന ദൈവജനമാണോ? എന്ത് വന്നാലും ദൈവത്തിന് നന്ദി പറയുന്നവരാണോ? എന്ത് പറഞ്ഞാലും ദൈവത്തിന് സ്തുതി കൊടുക്കുന്നവരാണോ? എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തെ ഉയർത്തുന്നവരാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. അങ്ങനെ ജീവിക്കുന്ന ദൈവവൈദ്യരാണെങ്കിൽ നിന്നെ പണിയുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. യേശുവിനെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ കഴിയും. ഞായറാഴ്ച ദിവസം ഉറപ്പെല്ലാം വരുന്നെങ്കിൽ ശനിയാഴ്ച രാത്രി ഒന്നും കൊടുക്കുക. പിള്ളേരായാലും ഞാൻ പറയും, ഒന്നും കൊടുക്കുക. സ്തോത്രം. ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്യണം? ശനിയാഴ്ച രാത്രി ഒന്നും കൊടുക്കുക. സ്തോത്രം. ഞായറാഴ്ച രാവിലെ എനിക്ക് കൊണ്ടുവന്നു. ആ വിശപ്പിലെങ്കിലും ഉണർന്നിരുന്നു. സ്തോത്രം. ആ വിശപ്പിലെങ്കിലും ഉണർന്നിരുന്നു. സ്തോത്രം. അതിന് വലിയ ആഹാരമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തുവാ? ആത്മീയ ആഹാരമാണ് കൊടുക്കുന്നത്. ജഡത്തെ മാറ്റി ആത്മീയ ആഹാരത്തെ കൊടുക്കുന്നത്. സ്തോത്രം. ആത്മീയ ആഹാരത്തെ കൊടുക്കുന്നത്. ഇത് രാത്രി 12 മണി വരെ ഇന്ന് നോണ്ടിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാളെ ഞായറാഴ്ച ഒരു ബോധമില്ല. സ്തോത്രം. ഒരു ബോധമില്ല. ഞായറാഴ്ച എഴുന്നേറ്റിട്ട് എങ്ങനെയെങ്കിലും പോയി ചെന്ന് ഒരു കപ്പ് വെള്ളത്തിനകത്ത് മുഖം കഴുകിയിട്ട് വരും. സ്തോത്രം. കുളി നനയൊന്നുമില്ല. ഇപ്പം ഒരു കുറെ സ്പ്രേകൾ അടിച്ചാൽ വെക്കും. സ്തോത്രം. അതിനകത്ത് മണത്തിങ്ങി വരും. പുതിയ തലമുറയുടെ കാര്യം പറയുന്നത്. സ്തോത്രം. സ്പ്രേ എല്ലാം അടിച്ചിട്ടിങ്ങി വരും. സ്തോത്രം. കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈടുവായ വന്നത് വരെ മുഖത്ത് കാണും. സ്തോത്രം. നല്ലോണം നോക്കിയാൽ ഈഴുവാകന്. ഇതിനകത്ത് കുറെ പുട്ടി ഇടും മുഖത്തല്ല. അപ്പോൾ ആ പുട്ടി ഇടുമ്പോഴേ ഈഴുവായെല്ലാം മായും. സ്തോത്രം. വന്നിരിക്കും. പിന്നെന്ത് ഉറക്ക ചെറുതേ. എന്തോ വേദന കേട്ടാൽ എന്തുവാ, ദൂത് കേട്ടാൽ എന്തുവാ, സ്തോത്രം, ദൂത് കേട്ടാൽ എന്തുവാ, കാര്യം എന്തുവാ? ഇത് എവിടെ വെച്ചാ ഇത് സംഭവിച്ചേ? രാത്രി 12 വരെ നോണ്ടിയതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഞായറാഴ്ച ഒരുക്കൊണ്ടെങ്കിൽ നീ നേരത്തെ പോയി കിടക്കും, പ്രാർത്ഥിക്കും. നാളെ രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? വരണം. സ്തോത്രം. വെളുപ്പിനെല്ലാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ള തലമുറ ഇങ്ങനെ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ ചൂരലെടുത്തിട്ട് 2 എണ്ണം കൊടുക്കാൻ തുടങ്ങുമ്പോഴും സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ നിങ്ങളുടെ പറഞ്ഞ എല്ലാം കളവി കഴിഞ്ഞ് തന്നെയാണ് വന്നത്. സ്തോത്രം. എന്നെ പഠിപ്പിക്കരുത്. ഇതിന്റെ എല്ലാം അപ്പനായിട്ട് നിന്നിട്ടാണ് ഞാൻ വന്നത്. ആരെടുത്ത് വന്നത്? ദൈവസ്ഥനി വന്നത്. സ്തോത്രം. ഇവരുടെ ചിന്ത എന്തോന്നറിയാം? സ്തോത്രം സ്തോത്രം. അതും ഏപക്കം വിടുവാന്നോ, അതിന് കൂർക്കം വലിക്കുവാന്നോ പറഞ്ഞ ചിലര് കൂർക്കം വലിക്കുന്ന ഷോ. അതിനകത്ത് സ്തോത്രത്തോട് ചേർത്തതാണെന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേൽപ്പിക്കണം കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിപ്പിക്കണം. കുടുംബം മുഴുവൻ കുടുംബ പ്രാർത്ഥന രാവിലെ എഴുന്നേൽക്കണം. സ്തോത്രം. അതിന്റെ ആരംഭമായി 4 മണിക്ക് നടക്കുന്ന പ്രാർത്ഥന. ഇനി അത് കുടുംബ പ്രാർത്ഥനയാക്കും.
കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ 4 മണിക്ക് എവിടെ ഇരുന്നാലും എഴുന്നേക്കണം. വിദേശത്തായാലും നാട്ടിലാവട്ടെ എത്ര മണിയായാലും എഴുന്നേക്കണം. സ്വത്രം നാട്ടിലെ 4 മണിയാകുമ്പോൾ ഗൾഫിലെ 2 മണിയായിരിക്കും. ഓക്കെ മതി, എഴുന്നേൽപ്പിക്കണം. അനുഗ്രഹം കിട്ടണോ? എഴുന്നേക്കണം. ദൈവത്തിന് വില കൊടുക്കണോ? എഴുന്നേക്കണം. കാര്യം എന്തുവാ? അനുഗ്രഹത്തോട് മറ്റവരുടെ വേണ്ടി നമുക്ക് തലയുയർത്തി ജീവിക്കുന്നെങ്കിൽ അത് തന്നതായ ദൈവമാണ്. ദൈവത്തിന് നന്ദിയുള്ളവനായി. സ്തോത്രം. ഞാൻ അതിനുവേണ്ടി 4 മണിക്ക് കൊണ്ടുവന്നേക്കുന്നത് ഇതിനെല്ലാം ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. ചിലവർക്ക് എന്നെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. വിളിച്ചിട്ടുണ്ട്, ഞാൻ വർദ്ധിക്കും. ഇല്ല, കുടുംബമായിട്ട് കൊണ്ടുവരുന്നുണ്ട്, പദ്ധതികളുണ്ട്, പ്ലാനെല്ലാം വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ലൈവിലാണ് ഈ പ്രാർത്ഥന. എനിക്ക് അപ്പോഴും കാണുന്നത്, വീഡിയോ കാണുന്നത്, ഈ സ്തോത്രം പറയുന്നവരെല്ലാം എനിക്കൊന്ന് കാണും. എങ്ങനെയാ സ്തോത്രം പറയുന്നതെന്ന് എനിക്കൊന്ന് കാണും. സ്തോത്രമല്ലേ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, കളത്തറെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. ആരുടെ എല്ലാം സ്തോത്രം മാത്രമേ വരുന്നുള്ളൂ, അത് മൂർഖം വലിയാണോ, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, ഇനിയുള്ള കാലം പ്രതികൂലത്തിന്റെ കാലം, പ്രയാസത്തിന്റെ കാലം. പാപത്തിന് ഒരു മടിയും. ദൈവവചനത്തിനകത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കുറെ പാപങ്ങളുണ്ട്. വഞ്ചന, ഒരുവനെ ചതിക്കുന്നത്, വ്യഭിചാരം ഏറ്റവും വലിയ പാപമാണ്. മദ്യപാനം, സ്വകഭോഗിയായിട്ട് നടക്കുന്നവൻ, ഇങ്ങനെ ഒരുപാട് പാപങ്ങളുണ്ട്. പാപത്തിന്റെ കണക്കുകളുണ്ട്. ഇതെല്ലാം വലിയ പാപം. ഇന്നത്തെ സ്തോത്രമാരെ നേതാക്കന്മാർ പറയുന്നത് ഇതൊന്നും പാവമല്ലെന്ന്. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും കുഴപ്പമില്ലെന്ന്. പുതിയ തലമുറ ഇതെല്ലാം ചെയ്താലും വോട്ട് തരുമെന്ന് പറയുന്നത്. കാര്യം ഇതെല്ലാം പുതിയ തലമുറയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ ഒരു കോളേജിലോ ഒരു വിദ്യാഭ്യാസത്തിന് പോലും വിടാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? എല്ലാം കമ്പയർ ക്ലാസ് പോലെ പോകുന്നത്. സ്തോത്രം. ഇതെല്ലാം പുതിയ കാലഘട്ടമാണ് പറയുന്നത്. ഒരിക്കലും ഇല്ല. കാലം മാറിയാലും അന്നും ഇന്നും ബൈബിൾ മാറിയിട്ടില്ല. അന്നും ഇന്നും അപ്പന അമ്മ അമ്മയാ, സഹോദരൻ സഹോദരിയ, കൂട്ടുകാരൻ കൂട്ടുകാരനാ, അതിനകത്ത് അധ്യാപന ഇതൊന്നും മാറിയിട്ടില്ല. നീ പല പരിഷ്കാരം കൊണ്ടുവരുന്നത് പറഞ്ഞ് ഇതൊന്നും എവിടുന്ന് മാറിയിട്ടില്ല. ഈ ലോകത്ത് ഇത് മാറിയിട്ടില്ല. ഇന്ന് പ്രിയ ദൈവമല്ലേ, നിന്റെ കുടുംബം മ്ലേച്ഛമായി പോകാനുള്ള കുടുംബമല്ല, മ്ലേച്ഛതയിൽ നിന്ന് വിളിച്ച് വിശുദ്ധിയിലേക്ക് പോകാനാ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മള് പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. സ്തോത്രം. പുതിയ തലമുറ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങ് അറിയാം. സ്തോത്രം. വിട്ടുകൊടുക്കല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. പുതിയ തലമുറയെ കാണേണ്ട കാര്യം കണ്ടാൽ മതി, കാണാത്ത കാര്യം കാണണ്ട. സ്തോത്രം. അന്നും പാപമുണ്ട്, ഇന്നും പാപമുണ്ട്. ഒരേ പാപമാണ്. അന്നത്തെ വ്യഭിചാര പാപമോ ഇന്നത്തെ വ്യഭിചാര പാപം. ഇന്ന് പുതിയ വ്യഭിചാരത്തിന് പാപമില്ലെന്നാ പറയുന്നത്, കുഴപ്പമില്ലെന്നാ പറയുന്നത്. സ്തോത്രം. ഇന്ന് ആ സ്തോത്രം വലിയ നേതാക്കന്മാരെ മുതൽ സമ്മതിച്ചു കൊടുക്കുക. സ്ത്രീയെ കല്യാണം കഴിച്ചു, കുഴപ്പമില്ല. വചനം 2026 വർഷത്തിന് മുമ്പ് എഴുതി വെച്ച വചനമാ, അത് പാപമാണ്. ആമേ. പുരുഷനെ വിവാഹം കഴിക്കും. ഇതുവരെ അംഗീകരിക്കുന്ന നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലയോ? അംഗീകരിക്കുന്ന നാട്ടിൽ. സ്തോത്രമല്ലേ, അത് ഉത്തരവിട്ട് കൊടുത്തേക്കും. അവരെയൊന്നും കടയില്ല, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഇതിനകത്ത് എന്തുവാ? 2026 വർഷത്തിന് മുമ്പ് എഴുതി വെച്ചേക്കുന്ന വചനമായതല്ല. പാപം പെരുകാൻ പോവാ. പാപം പെരുകുന്നതനുസരിച്ച് പാപത്തിന് കുഴപ്പമില്ലെന്നാ പറയുന്നത്. പക്ഷേ പാപം പെരുകിയാലും പെരുകിയില്ലെങ്കിലും വചനം പറയുന്നു, പാപം ചെയ്യുന്നവന്റെ ശിക്ഷ മരണമത്രേ, അവൻ സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല. ബൈബിൾ മാറിയിട്ടില്ല. കാലം മാറിയെന്ന് പറഞ്ഞു. സ്തോത്രം. നീ ഇനി ചന്ദ്രനിൽ പോയി കൂട് വെച്ചെന്ന് പറഞ്ഞു, നക്ഷത്രത്തിൽ പോയി കൂട് വെച്ചെന്ന് പറഞ്ഞു, അത്രയ്ക്ക് ടെക്നോളജി വളരണമെന്ന് പറഞ്ഞു. ബൈബിൾ മാറിയിട്ടില്ല. ബൈബിൾ അന്നും ഇന്നും പറയുന്ന ഒറ്റ കാര്യമാണ്. ബൈബിൾ പറയുന്ന പാപം പാപമാണ്. ബൈബിൾ പറയുന്ന പാപം പാപമാണ്. പാപം എന്ത് ചെയ്തിട്ടില്ല? മാറിപ്പോയിട്ടില്ല. സ്തോത്രം. പാപം മാറിയിട്ടില്ല. ഒരു വചനത്തിന്റെ എല്ലാം തീ എത്ര വലുതാണെന്ന് അറിയണം. ഒരു വചനം സ്തോത്രം. പണ്ട് സ്തോത്രം 15 പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ കലണ്ടർ കിടന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ഇഷ്ടപ്പെടത്തില്ല. എന്തു കാര്യം? സാധാ ഒരു കലണ്ടർ, ഒരു പേപ്പറാണ്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇവരെ ഭരിക്കുന്ന എന്ത് ചെയ്യും? ശത്രു എന്ത് ചെയ്യും? അതിന് പുറത്തു കൊടുക്കും. സ്തോത്രം. വേണ്ട. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടില്ലേ, ഒരു മതിലിനകത്ത് എഴുതിയ ഒരു വാക്യം സൂചിക്കുന്നില്ല. ആ വാക്യമായി പിടിച്ചു. സ്തോത്രം. ഇന്നത് ഒരുപാട് പ്രശ്നമായിട്ട് കൊണ്ടുവന്നേക്കുക. വാക്യമായി കാര്യം എന്തുവാ? പോകുന്നവനും വരുന്നവനും അതൊക്കെ അതിൻ്റെ തട്ടി വലിയ മ്ലേച്ഛമായതെല്ലാം ഒട്ടിച്ചതൊന്നും കണ്ട ഒരു വിഷയം. അവരെ മക്കൾ കാണുന്നതിനോ അവരെ തലമുറ കാണുന്നതിനകത്തോ വിഷയമില്ല. തുണിയില്ലാത്ത പെണ്ണുങ്ങളിരിക്കുന്ന ഫോട്ടോ കണ്ട ഒരു വിഷയം.
സ്തോത്രം. അതല്ല തുണിയില്ലാത്ത ചെറുപ്പക്കാരിരിക്കുന്ന ഓട്ടം കണ്ടാലും വിഷയമല്ല, അതൊന്നും അവന് വിഷയമല്ല. അവന് ഇതാ വിഷയം, ഇതാ വിഷയം. വിഗ്രഹാരാധന എന്ന് എഴുതിയതാണ് വിഷയം. നീ എത്ര വിഷയം ഉണ്ടാക്കിയാലും അത് ജനിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്തുവാ? ദൈവവചനം ജീവനമാണ്. ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട. ഇതിനെ അടക്കി വെക്കാൻ പറ്റത്തില്ല. ഇത് എഴുതിയിട്ടുകൊണ്ടിരിക്കും. നീ പ്രാപിച്ചിരിക്കുന്ന ദൈവവചനത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? അടക്കി വെക്കാൻ പറ്റത്തില്ല. ഇത് എഴുതിയിട്ടുകൊണ്ടിരിക്കും. ഇതിനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. രൂപമില്ലാത്തതും ഭംഗിയില്ലാത്തതിനെ ആരാധിക്കുവാനും നമസ്കരിക്കാനും പറയുന്നുണ്ട്. അതൊന്നും നിന്റെ തലമുറയ്ക്ക് വിഷയമല്ല. നിന്റെ തലമുറയ്ക്ക് നല്ലത് എഴുതിയപ്പോഴാണ് വിഷയം. എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുക, നീ എത്രയെല്ലാം മായ്ക്കുന്നു അതിന്റെ ഇരട്ടി ഇരട്ടി ശക്തിയോടെ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുക, അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്റെ പ്ലാനോ പദ്ധതിയോ ഒന്നും ജയിക്കത്തില്ല. കാര്യം എന്തുവാ? ഇത് ജീവിക്കുന്ന തിരുവചനമാണ്. ഈ തിരുവചനം എന്റെ ഉള്ളത്തിനകത്ത് ജീവിക്കുന്നത്. ഈ വചനം എന്നെ ബലപ്പെടുന്നത്. ഈ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നത്. ഈ വചനം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. സ്തോത്രം. എന്തൊക്കെയാ ഏതെല്ലാമാ സ്തോത്രം സോഷ്യൽ മീഡിയ ഇടണോന്നോ ഇടണ്ടെന്നൊന്നും അറിയത്തില്ല. ഇന്നലെ തന്നെ വലിയ പരസ്യവും നടത്തുന്ന ഒരാളാ സ്തോത്രം ഇട്ടേക്കുക, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുക, കൊളസ്ട്രോൾ കൂടി. ഇതെല്ലാം ഇടേണ്ട കാര്യം എന്തുവാ? നിനക്ക് ദൈവവചനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അതിന്റെ ക്ലിപ്പിട്. ഇതെല്ലാം ഇടണ്ടേ? എന്തുവാ? പ്രീതി മേടിക്കുമോ? എന്തുവാ ഇതിനകത്തെല്ലാം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് രോഗത്തെ സൗഖ്യമാക്കുന്ന നസ്രനായ യേശുവാ. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇനി എത്ര വലിയ രോഗിയായാലും ഞാൻ പറയാം, എന്നെ പിടിച്ച് ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി എന്റെ രോഗമെല്ലാം എന്റെ മരുന്നിതാ, എന്റെ മരുന്നിതാ. ഡോക്ടർ പറയുക, നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, നീ സംസാരിച്ചാൽ അടിച്ചു പോകും എന്ന് പറഞ്ഞാലും ആ സമയത്തും എനിക്ക് സംസാരിക്കാൻ ഒരു സ്റ്റേജിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എന്റെ മരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. കാര്യം എനിക്ക് എന്റെ യേശുവിന്റെ നാമം ഉയർത്തുന്നതാ വലുത്. അവസാനത്തേക്ക് ശ്വാസം വരും എന്റെ യേശുവിനെ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുന്നതായിരിക്കും നല്ലത്. ഒരു വ്യക്തിപരമായ ഒരാളോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഇഷ്ടം. ദൈവവചനമായി പ്രസംഗിക്കുന്ന ഇഷ്ടം. കാര്യം ദൈവം എന്ത് പറയുന്നു അതേപടി കോപ്പി അതേപോലെ കൊടുക്കുക. അതിനകത്ത് വഴി ഉള്ളിലെത്തിക്കാതെ അത് കൊടുക്കുന്നത്. ദൈവം ആരെ വിളിച്ചിരിക്കുന്നത്? നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ കുറെ നിന്ദകളും പരിഹാസങ്ങളും പ്രതികൂലം വരും. ഇതെല്ലാത്തിനും പ്രതികൂലം വെച്ചിട്ടുണ്ട് ആര്? കർത്താവ്. എവിടെ വെച്ചിട്ടുണ്ട്? സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. പ്രതിഫലമുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനെല്ലാം ഒരു പ്രതിഫലത്തിന്റെ ഒരു ദിവസമുണ്ട്. കണക്ക് പറഞ്ഞ് കർത്താവ് പറയുക, നീ അളക്കുന്ന അളവിനാൽ അളന്ന് കിട്ടും. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. കണ്ടോ? ആർക്കായി പ്രതിഫലം കിട്ടിയത്? പള്ളികളിലും തെരുവ് കോന്നിലും നിന്ന് ദൈവത്തിന്റെ സുശേഷം അറിയിക്കുന്നു. കാര്യം അവരെന്തോ ഉദ്ദേശിക്കുന്നത്? അവർ ഈ പള്ളിയിൽ നിന്ന് പറഞ്ഞതും തെരുവ് കോന്നിൽ നിന്ന് പറഞ്ഞത് ആര് കേൾക്കാൻ വേണ്ടിയാ? മനുഷ്യന്റെ പ്രീതി കിട്ടാൻ വേണ്ടി. നല്ല പ്രസംഗിക്കുന്ന ആള്, നല്ല പ്രാർത്ഥിക്കുന്ന ആള്, ഇത് കേൾക്കാൻ വേണ്ടി ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രസംഗം കഴിയുമ്പോ എങ്ങനെയുണ്ട് പ്രസംഗം? ഇതെല്ലാം ആഗ്രഹിച്ച് വരുന്നതിന്റെ കാര്യം എന്തുവാ? അവരാഗ്രഹിക്കുന്നത് ഇവരിൽ നിന്ന് ആമികാലിലെ കിട്ടുന്ന പ്രശംസയോടെ അവർക്ക് വേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, അവർക്ക് പ്രതിഫലം കിട്ടി. എങ്ങനെ പ്രതിഫലം കിട്ടി? എങ്ങനെ പ്രതിഫലം കിട്ടി? ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 15 എൻ്റെ അടുത്ത് വന്നു പറയാം, പ്രാർത്ഥന. അപ്പോഴേ എന്ത് കിട്ടി? എനിക്കുള്ള പ്രതിഫലം കിട്ടി. ഞാൻ അപ്പോഴും പറയേണ്ടത് എന്തുവാ? സ്വർഗം തുറക്കട്ടെ, പ്രാർത്ഥന കേൾക്കട്ടെ, ദൈവം അത്ഭുതം ചെയ്യട്ടെ. നമ്മളല്ല, ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യട്ടെ, ഇങ്ങനെ പറയേണ്ടത്. പക്ഷെ നമ്മൾ ഉടനെ ഒന്നുകൂടെ കൈയെല്ലാം വന്നു ക്രൈസ്തലോടെന്നല്ല, പിന്നെ അങ്ങ് മാറ്റിയിട്ട് പ്രൈസ് ഗോഡ് ഒരു പൊങ്കലെല്ലാം ഉണ്ട്. പൊങ്ങച്ചൻ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ പിശാച് മുതലാക്കിയത് ആരെടുത്ത്? ആദ്യം അവയും എടുത്ത് ആദ്യം ജയിച്ചെന്തുവാ? പൊക്കി വിട്ടുകൊടുത്തു. നമ്മളെ പൊക്ക വരുമ്പോഴേ ഓർത്തോണം, ഈ പൊക്കലി നമ്മൾ വീഴത്തില്ല. നമ്മൾ ഭക്തരമാർക്കില്ല. ആയിക്കോട്ടെ. പലരും വിളിച്ചു പറയാറുണ്ട്, ഇന്ന ദൂത് വള്ളിപുള്ളി തെറ്റാതെ ദൈവം നിവൃത്തിയാക്കി. യെസ്,
സ്വർഗത്തിലെ ദൈവം നിവർത്തിയ പറയാൻ ഒരു ഭാഗ്യം ദൈവം നൽകി, ഒരു മുഖാന്തരമാവളം ഭാഗ്യം നൽകി. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അവിടെ പ്രവർത്തിച്ച് ആരാ? സ്വർഗത്തിലെ ദൈവം. ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പോൾ അത് കേൾക്കുമ്പോഴേ നേരെ റൂമിൽ പോയി പ്രാർത്ഥിച്ചോണം. കർത്താവേ, എനിക്ക് പറയാൻ ഒരു ഭാഗ്യം ദൈവം നൽകിയല്ലോ, അങ്ങ് നിവൃത്തിയാക്കിയല്ലോ, അതിന് ദൈവത്തിന് നന്ദി. അവിടെ പൊങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? ഈ പൊങ്ങിപ്പോകുമ്പോഴേ ഞാൻ നല്ല ഇടയ്ക്ക് കയറി വരും. ഞാൻ പറഞ്ഞില്ലയോ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞില്ലയോ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലയോ എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട് വ്യത്യാസം? പറയുക, മനുഷ്യൻ പൊക്കിയപ്പോൾ അമികാലിയ അതിനുള്ള പ്രതിഫലം എന്ത് ചെയ്യും? കിട്ടിക്കഴിയും. കാര്യം നീ പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടിയാണ് നീ ഇറങ്ങിയത്. ആരെ കേൾക്കാൻ വേണ്ടി? മറ്റുള്ളവർ കേട്ട് പ്രശംസിക്കുന്നത് പറയാൻ വേണ്ടിയാണ് നീ ഇറങ്ങിയത്. അപ്പോഴേ നിനക്ക് എന്ത് ചെയ്യുന്നു? പ്രതിഫലം കിട്ടിക്കഴിയും. വാക്യമൊന്നും ചുമ്മാ അന്നല്ല. ഓരോ വാക്യത്തിനകത്തും വള്ളി പുള്ളി നിൽക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ മറുപടി ഉണ്ട്. ഒന്ന് പറ, അടുത്ത് വായിക്കാം. അറയെല്ലാം അടച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നേരെ വീടിന്റെ റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനല്ല. നിന്റെ ഹൃദയത്തിനകത്ത് ഒരു ഒരുക്കം ഉണ്ടാവാൻ കർത്താവ്. റൂമില്ലാത്ത 10 പേരെ നമ്മൾ ഇരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ ഇരിക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മളെ മനസ്സ് ആരൊക്കെ കൊടുത്താൽ മതി? കർത്താവിന് കൊടുത്താൽ മതി. ഈ 10 പേരിരിക്കുന്നതോ അവർ സംസാരിക്കുന്നതോ അവര് സ്തോത്രം അവര് ഓരോന്ന് ചെയ്യുന്നതൊന്നും നമുക്ക് വരത്തില്ല, നമ്മളെ മൈൻഡിൽ വരത്തില്ല. സ്തോത്രം. കർത്താവ് പറയുക, നീ അറയിൽ കീറി വാതിലടച്ച് വാതിലടച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഏറ്റവും നല്ലത്. നിനക്ക് റൂം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ പറയുക, ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ നിന്റെ ഹൃദയത്തിന് മാറ്റണം. അയ്യോ, എനിക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുന്ന, അവർ ശല്യം ഉണ്ടാക്കുന്നത് യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരെ ആദ്യം എല്ലാം ബുദ്ധിമുട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും നിനക്ക് ശല്യമായിട്ട് തോന്നും. ലാസ്റ്റ് നിന്റെ പ്രാർത്ഥന അവർക്ക് എന്ത് ചെയ്യും? അവർ വെതുക്കെ ഇരിച്ചു വന്നത് അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആര് കയറിയെന്നതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ്. ചിലർ പറഞ്ഞില്ലയോ, നിങ്ങളുടെ പ്രാർത്ഥന ഒരു വല്ലാത്ത, അപ്പോഴേ ഓർക്കണം നിന്റെ പ്രാർത്ഥന ആര് കേൾക്കുന്നുണ്ടോ? ദൈവം കേൾക്കുന്നുണ്ട്. ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേട്ടു. അവന്റെ അകത്തിരിക്കുന്ന പിശാചിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആദ്യമല്ല എതിർപ്പ് പറഞ്ഞിട്ട് ചിലവർ വരുന്നേറ്റുവാ, അവർക്ക് അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങും. അവരുടെ ഹൃദയത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവസ്ഥാനത്ത് അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ അവരുടെ അകത്തിരിക്കുന്ന എല്ലാം അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അവർ നമുക്ക് അനുകൂലമാക്കുന്നത്. അവിടെ നിന്റെ പ്രാർത്ഥന അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നീ ജയിച്ചിട്ടുണ്ട്. നീ ജയിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഇരിക്കുന്ന സ്ഥലമല്ല, നിന്റെ ഹൃദയം ആവശ്യം. നീ ഇരിക്കുന്ന ഇരിപ്പ് ആവശ്യം. നിനക്ക് പൂർണ്ണ ഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ നീ എവിടെ ഇരുന്നാലും എന്ത് ചെയ്യാൻ പറ്റും? നീ ബസ് യാത്ര ചെയ്യുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സ്കൂട്ടർ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. കാറ് യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. നീ ആ ചോറിടുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. അതേപോലെ നീ ഒരു കാര്യം പറയാം, 2026 ഏത് ആഹാരം കിട്ടിയാലും പ്രാർത്ഥിച്ച് കഴിക്കാം. അന്ന് സ്തോത്രം പറ, എന്നിട്ട് ദൈവത്തിന് നന്ദി പറ, എന്നിട്ട് കഴിക്കുക. അത് നിന്നെ രോഗിയാക്കത്തില്ല, നിനക്ക് ആരോഗ്യം തരത്തേ, ബലം തരത്തേ. സ്തോത്രം. എവിടെ പോയാലും പ്രാർത്ഥിക്കാൻ പറ്റും. നാളെ ഫാസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോൾ വിളിച്ചു പോയി പ്രാർത്ഥിക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അറയിൽ അടച്ച് എന്റെ ഹൃദയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. സ്തോത്രം. നീ KSRTC ബസ്സിൽ പോകുമ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞത്. നീ ഇരിക്കുന്നിടത്ത് ആത്മാർത്ഥത ആർക്ക് തുറക്കാനാണ്? നിന്റെ ഹൃദയം എന്ന് പറയുന്ന വാതിൽ ആരെടുത്ത് തുറക്കണം? ദൈവസഭയിൽ തുറന്നിട്ട് ദൈവമായിട്ട് ചേർന്നിട്ട് പ്രാർത്ഥിക്കാനാണ് ദൈവം പറഞ്ഞത്. ആ പ്രാർത്ഥന ആർക്ക് വേണ്ടേ? ചിലപ്പോൾ ചില റോഡ് സൈഡിൽ വെച്ച് ചിലവരെ കാണാറുണ്ട്. ചിലവർ വന്ന് എനിക്ക് സ്തോത്രം വന്നിട്ട് പറയും, പക്ഷേ ആ പ്രാർത്ഥന കേട്ടുന്നത് ഞാൻ അവിടെ നിന്ന് സ്തോത്രം പറയാം. ചിലപ്പോൾ അവിടെ നിന്നൊരു അവരുടെ ബുദ്ധിമുട്ട് കേട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെനിക്ക് പരസ്യം ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കം നിലവിളിച്ചൊന്നും അല്ല പ്രാർത്ഥിക്കുന്നതാണോ? സ്തോത്രം. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ചിന്താമണി എൻ്റെ ഹോസ്പിറ്റലിൽ കാണാൻ പോയപ്പോഴും സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാം. അതെല്ലാം തൊട്ടപ്പുറത്തെല്ലാം പേഷ്യൻ്റ്. അതുവരെ പേഷ്യൻ്റ് ഇല്ലാത്ത ഹോള് മൊത്തം പേഷ്യൻ്റ്. സ്തോത്രം. ഞാൻ ഓർക്ക് വന്ന് കയറിയപ്പോഴും മൊത്തം ആളാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ ഓർക്ക് എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഇനി അവർക്കൊരു അത് പാടല്ലേ, ഒരു ഡിസ്റ്റർബ് ഉണ്ടാവുന്നുണ്ടാവും. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഡിസ്റ്റർബ് ഉണ്ടാവും. സ്തോത്രം. അപ്പോൾ അപ്പുറത്തെല്ലാം പല സ്തോത്രം ജാതിയിലുള്ള ആൾക്കാരായിരിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. എവിടെ ഈ കസാര ഇരിക്കുമല്ലേ, നമുക്ക് സൗണ്ടൊന്നും അധികം എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അതുവരെ അവിടെ കലവല അലച്ചുകൊണ്ടിരുന്നില്ല. ആ പ്രാർത്ഥന വെളിപ്പെട്ടപ്പോഴേ അവിടെ അല്പമാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാം ശ്രദ്ധിച്ചിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് സ്തോത്രം
ഞാൻ സൈലന്റ് ആയി നോക്കിയപ്പോൾ സ്തോത്രം, ഇവരെല്ലാം എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ സൗണ്ട് എടുത്തില്ല. എടുത്തോ? അടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്ന സൗണ്ടിലൊന്നും അല്ല പ്രാർത്ഥിച്ചത്. ഞങ്ങൾ 3 പേരും ഇരിക്കുന്ന രീതിയിലാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. പ്രാർത്ഥിച്ചു കഴിയപ്പോ സ്തോത്രം ഞാൻ നോക്കി സൈലന്റ്. സ്തോത്രം. അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞപ്പോഴും ഞാൻ രാത്രി വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം പ്രാർത്ഥിച്ചു. ആ റൂമിൽ കിടന്നവർക്കെല്ലാം പ്രാർത്ഥിച്ചു. സ്തോത്രം. അത് ചില പ്രാർത്ഥന ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് പരിജ്ഞാനത്തോടെ ചെയ്യാനും ദൈവം കൃപ നൽകിയിട്ടുണ്ട്. അത് പരിജ്ഞാനത്തോടെ ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് എല്ലാം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങനെ പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കൂടാന്ന് പറഞ്ഞില്ല. ഇല്ലയോ? സ്തോത്രം. അത് പരിജ്ഞാനം ദൈവം തന്നിട്ടുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യം. ഇല്ലയോ? പ്രാർത്ഥന ആവശ്യം. ഇന്ന് പകരം പ്രിയ ദൈവമക്കളെ ഓർത്തോ, മനുഷ്യൻ കാണേണ്ടതല്ല നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. വരുന്നത് ദൈവം കാണേണ്ടത്, ദൈവം അറിയേണ്ടത്. ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേര് നിലനിൽക്കുവാനാണ് എവിടെ വന്നിരിക്കുന്നത്? ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. സ്തോത്രം. ഒരു നിമിഷം മകളെല്ലാം എഴുതേക്കാം. ദൈവസ്ഥനെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ജഡപ്രകാരമായ എന്തെങ്കിലും ചിന്തകൾ എന്റെ ജീവിതത്തിനകത്തോടെ എന്ന് പകൽ അതെല്ലാം അഴിഞ്ഞു മാറണപ്പാ. എനിക്ക് മനുഷ്യർ കാണണം. എന്റെ ആത്മീയ ജീവിതം കാണുന്നത് കർത്താവ്. എനിക്ക് ആത്മീയ ജീവിതം തന്നത് കർത്താവ്. എന്നെ തിരഞ്ഞെടുത്തത് എന്റെ കർത്താവ്. എന്നെ അനുഗ്രഹിച്ച എന്റെ കർത്താവ്. എന്നെ അനുഗ്രഹിച്ച എന്റെ കർത്താവ്. എന്റെ രോഗങ്ങൾ, ശാപങ്ങൾ ശരീരത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഞാൻ ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം എന്ന് പകൽ ഇറങ്ങട്ടെ. ഓരോ കുടുംബത്തിനകത്ത് നിന്ന് പകൽ വെളിപ്പെടട്ടെ. കർത്താവേ, എനിക്ക് മനുഷ്യൻ കാണാനല്ല ഞാൻ വിശ്വാസിയായത്. ഞാൻ മനുഷ്യൻ കാണാൻ വേണ്ടി അല്ല വിശ്വാസിയായത്. എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ വിശ്വാസിയായത്. എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതിനെ മകനെ എന്ന് വിളിച്ച് എന്നെ വേർതിരിച്ചുകൊണ്ട് എനിക്ക് വിശ്വാസിയായത്. അപ്പൊ മനുഷ്യനല്ല കാണുന്നത്, എന്റെ ദൈവം എന്നെ അറിയേണ്ടത്. ഇത് പകല് പൂർണ്ണ ഹൃദയത്തോടെ പകൽ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ ദൈവം എന്നെ ഒന്ന് കാണട്ടെ. എന്റെ ഹൃദയത്തിന്റെ വേദനകൾ ദൈവം ഒന്ന് കാണട്ടെ. എന്റെ തലമുറയുടെ വേദനകൾ ദൈവം ഒന്ന് അറിയട്ടെ. ദൈവകർത്താവ് എന്റെ രോഗങ്ങളെ ദൈവം ഒന്ന് അറിയട്ടെ. ഇന്ന് പകൽ എന്നെ സൗഖ്യമാക്കുന്ന ദൈവം, ഇന്ന് പകൽ